ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ആരാണ് ജെമ്മിലെ ബയ്യർ. അപ്പോൾ ബയ്യർ എന്നുള്ളത് നമുക്ക് ഗവൺമെൻറ് അതോറിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു PPT ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എല്ലാവർക്കും ഒരു വിസിബിൾ ആവാൻ വേണ്ടി മാത്രം ഒരു ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ജെം മേക്ക് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് ട്രാൻസ്പറൻറ്റ് എഫിഷ്യൻറ്റ് ഇൻക്ലൂസീവ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരാണ് ജെമ്മ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മിനിസ്ട്രീസ്, PSUs, കോപ്പറേറ്റീവ്സ്, ഓട്ടോണമസ് ബോഡീസ്, അവരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ BPCL, HOCL, FACT, 18 ബാങ്കുകൾ ഇതിനകത്ത് വഴിയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ്. അതിൽ കാനറ ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഉണ്ട്, ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ ചെയ്യുന്നുണ്ട്, ഡിഫൻസ് സെക്ടർ, ISRO, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇതുവഴി തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് മാൻഡേറ്ററി ആയിട്ടും ഗവൺമെൻറ് വിജിലൻസ് റിപ്പോർട്ട്സും ഓഡിറ്റ് റിപ്പോർട്ട്സുകളും ഹെവി ആയതുകൊണ്ട് തന്നെ ജമ്മു വഴി തന്നെ പർച്ചേസ് ചെയ്യണം എന്നുള്ള എല്ലാ വർഷങ്ങളിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഏപ്രിലോടെ വീണ്ടും ബാങ്കുകളുടെ എണ്ണം കൂടും, അതുപോലെ പബ്ലിക് സെക്ടറിൻ്റെ എണ്ണം കൂടും, ഡിഫൻസിൻ്റെ പങ്കാളിത്തം കൂടും എന്നുള്ളതാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസിൽ നിന്നുള്ള റിപ്പോർട്ട്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ നിലവിലുണ്ടെന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ ബെനിഫിറ്റ് എന്താണ് ഇതിനകത്ത്, നമുക്ക് എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഇതിൽ. അപ്പം ഇതിൽ നമുക്ക് മാർക്കറ്റ് സൈസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ലിമിറ്റഡ് ടെൻഡർ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി മൊത്തത്തിലൊരു ഓപ്പൺ ടെൻഡർ കൺസെപ്റ്റിലേക്കാണ് ജമ്മു കൊണ്ടുവന്നത്. അതായത് എനിക്ക് BPCL അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അതോറിറ്റീനെ അറിയില്ല, അപ്പോഴും എനിക്ക് ഇതുവഴി ബിസിനസ് ചെയ്യാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് നമ്മുടെ ബയ്യേഴ്സിനെ കൃത്യമായിട്ട് അറിയാതെ, ഐഡൻറ്റിഫൈ ചെയ്യാതെ, നമുക്ക് അവരുടെ ഒരു വെണ്ടർ കോഡ് ആഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു വെണ്ടർഷിപ്പ് എടുക്കാതെ നമുക്കൊരു ടെൻഡർ വരികയോ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റാറില്ല. ഈവൻ നമ്മളത് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെ കണ്ടുപിടിച്ച് അവരുടെ വെണ്ടർ കോഡ് എടുത്ത് അവരുടെ വെണ്ടർ ഫോം ക്ലിയർ ചെയ്ത് അവരുടെ വെണ്ടർ ഓൺബോർഡിംഗ് പ്രോസസ്സ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനകത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളൂ. പല ടെൻഡറുകളും നമുക്ക് മിസ്സാവുകയാണ്. പക്ഷേ ജമ്മു വന്നതോടെ ഈസ് ഓഫ് ബിസിനസ്, അതായത് ഗവൺമെൻറ് തന്നെയോട് നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസീനെ സമീപിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ നമുക്ക് ജമ്മു വഴി ഗവൺമെൻറ്റിലെ ടെൻഡർ പിടിക്കാം. അതിൽ നമുക്ക് ഗവൺമെൻറ്റിൽ ആരെയും കാണേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ബയ്യറിന് ഒരാളെയും കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രപ്പോസൽ നമ്മൾ വെക്കുന്നു, നമ്മൾ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നു, ടെക്നിക്കൽ പാസ്സാക്കുന്നു, നമ്മുടെ റേറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ L1 ആയാൽ നമുക്ക് ഈ സാധനം സെല്ല് ചെയ്യാം. അപ്പം ആ ഒരു ഭയങ്കരമായ ഒരു ഈസിനെസ്, അതായത് ബിസിനസ്സിനകത്തൊരു ഈസിനെസ് ഗവൺമെൻറ് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ജമ്മു കൊണ്ടുവന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഭയങ്കര ലോ ആണ്. അപ്പോൾ അതിൻ്റെ റീസൺസ് പലതാവാം. നമ്മുടെ ഇവിടെ അവയർനെസ് കുറവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈസിനെസ് ഗവൺമെൻറ് പർച്ചേസിൽ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രോപ്പർ ട്രെയിനിങ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഇത് ബേസിക് ഐഡിയാസ്, അതായത് ഇതിനകത്തൊരു ലോജിക്ക് ക്രിയേറ്റീവ് ആണ്. അതായത് ഈ ടെൻഡർ പോർട്ടൽസിൽ നമുക്ക് ഒരു ടെൻഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതേ റിപ്ലീക്ക് തന്നെയാണ് എല്ലാ ടൈപ്പ് ഓഫ് ടെൻഡേഴ്സും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ജെമ്മിൽ അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഈ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ അതിന് പുറകോട്ടേക്കാണ്. അതായത് കുറച്ച് ടൈം നോക്കും, കുറച്ച് ടൈം നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പരിപാടിയും നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ബിഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നെഗറ്റീവ് ഫീലാണ്. ആ ഒരു നെഗറ്റീവ് ഫീൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാത്തതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ടെൻഡറുകളും, അതായത് ഏതൊരു ടെൻഡറും നമുക്ക് ചെയ്യാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് മാത്രം പഠിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിനോട് ബിസിനസ് ചെയ്യാനായിട്ട് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് ഒരുക്കിയിട്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് ജെം വഴി കോട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, അതായത് മറ്റ് ടെൻഡറുകളിൽ നിന്നുള്ള ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റ് ടെൻഡറുകളിലെല്ലാം ടെൻഡർ ഫീ ഉണ്ട്. ഇപ്പോൾ ഈ ടെൻഡർ കേരള ആയിക്കോട്ടെ, ഈ പ്രൊക്യൂർമെൻ്റ് ആയിക്കോട്ടെ, ഈ ടെൻഡേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു ടെൻഡറിലും നമുക്ക് ടെൻഡർ ഫീ 1500 to 5000 ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ഒരു എസ്റ്റിമേറ്റ് വാല്യൂ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺട്രാക്ട് വാല്യൂ. പക്ഷേ നമുക്ക് ജെമ്മിലൊരു അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതായത് നമുക്ക് ടെൻഡർ ഫീ എന്ന് പറഞ്ഞൊരു സാധനം ജെമ്മിലില്ല. ഓക്കെ. അപ്പോൾ ജെമ്മിൽ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഹലോ, ടെൻഡർ ഫീ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏഹ്, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹാൻഡ് റേസ് ചെയ്യാവോ കേൾക്കുന്നുണ്ടെങ്കിൽ? ഓക്കെ, കേൾക്കാം.
ഫൈൻ. അപ്പം നമുക്ക് ടെൻഡർ ഫീ എന്ന് പറയുന്നത് ഇല്ല നമ്മുടെ കയ്യിൽ. കാരണം ജെമ്മിൽ ഏതൊരു ടെൻഡർ ചെയ്യാനും ഫ്രീ ആണ്. ആസ് എ കൺസൾട്ടൻറ്റ് നമ്മൾ പൈസ മേടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം. പക്ഷേ ജെമ്മിന് അങ്ങനെ ഒരു ഫീസ് ഇല്ല. അതായത് ടെൻഡർ ചെയ്യാനായിട്ടൊരു ഫീസ് ഇല്ല. അത് ടെൻഡർ ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയാം. നമുക്ക് ഈ ടെൻഡർ കേരള അല്ലെങ്കിൽ ഈ പ്രൊക്യൂർമെൻറ്റ്, ഡിഫൻസ് പോർട്ടൽസ്, ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ടെൻഡർ ഫീസ് ഉണ്ട്. അതൊരു 1000 ഫ്രം സ്റ്റാർട്ടിങ് തൗസൻഡ്സ് ആണ്. ഓക്കെ. അതേപോലെ നമ്മൾ കേരള ഗവൺമെൻറ് ചെയ്യുമ്പോൾ നമുക്ക് എക്സംഷൻസ് കിട്ടില്ല. പക്ഷേ നമുക്ക് MSME ബെനിഫിറ്റ്സുകൾ നമുക്ക് ജെമ്മിലുണ്ട്. അതായത് നമുക്ക് ടെൻഡർ ഫീ വേവ് ചെയ്യാം, അതുപോലെ EMD വേവ് ചെയ്യാം. നമുക്ക് കേരള ടെൻഡേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ടെൻഡേഴ്സിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മാസ് ഡിഫറൻസ് ആണ്. ടെൻഡർ ഫീയും ഇല്ല, EMD നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് EMD വേവ് ചെയ്യാം, നമുക്ക് ടെൻഡർ ഫീ ഇല്ല. അതേപോലെ നമുക്ക് പല പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. സിംഗിൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ അറിയാതെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യലിനെ മീറ്റ് ചെയ്യാതെ പോലും അവരുടെ ടെൻഡറുകൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊപ്പോസൽ അവർക്ക് വെക്കാൻ പറ്റും. അതായത് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ അവർ തരുന്നതനുസരിച്ച് നമ്മുടെ ഓക്കെയാണ്, ടെക്നിക്കൽ പാരാമീറ്റേഴ്സും നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ, നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ്റായിട്ട് ബിസിനസ് ചെയ്യാൻ, അതായത് ഒരു പ്രൈവറ്റ് പാർട്ടീനെ പോയി നമ്മൾ കണ്ട് സംസാരിച്ച് അവരുടെ ബിസിനസ് എടുക്കുന്നതിനേക്കാളും അത്രയും പോലും ബുദ്ധിമുട്ടില്ലാതെ ഈസ് ഓഫ് ബിസിനസ്സിലാണ് നമുക്ക് ജെമ്മിൽ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുക. കാരണം എവിടെയും പോകണ്ട, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ബെനിഫിഷ്യൽ ആണ്. അതേപോലെ ഇത്ര ഓപ്പർച്യൂണിറ്റി, അതായത് നേരത്തെ പറഞ്ഞ പോലെ പാൻ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. കേരളത്തിൽ വേണമെങ്കിൽ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാം. നേരത്തെ നമുക്ക് ഡിഫൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഫൻസ് പോർട്ടൽ, അങ്ങനെയില്ല. നമുക്ക് ഏതൊരു സെക്ടറിലും, ഗവൺമെൻറ്റിൻ്റെ ഏതൊരു ബയ്യർ സെക്ടറിലും നമുക്ക് ഇതുവഴി തന്നെ പർച്ചേസ് ചെയ്യാൻ, അല്ല നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പം ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ജമ്മു സ്റ്റാർട്ട് ചെയ്തിട്ട് 9 ഇയേഴ്സ് ആയെങ്കിലും, ഇപ്പം നമ്മൾ 9 ഇയേഴ്സ് ആയെങ്കിലും നമ്മുടെ ഇവിടെ നിന്നുള്ള പാർട്ടിസിപ്പേഷൻസ് ഭയങ്കര കുറവാണെന്നാണ് മാർക്കറ്റ് സ്റ്റഡീസ് പറയുന്നത്. കഴിഞ്ഞ MSME മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാൻ പറ്റും. അവിടെ വന്ന മാഡവും പറഞ്ഞത് കേരളത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര ലോ ആണ്. അപ്പം നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം ജമ്മു വഴി ചെയ്യുമ്പോൾ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് MSME ബെനിഫിറ്റ്സ് തന്നെയാണ്. അതായത് MSME ബെനിഫിറ്റ്സ് വഴി നമുക്ക് EMD എക്സംഷൻസ്, ഈ ടെൻഡർ ഫീ ഇല്ല. അതേപോലെ നമുക്ക് വേവർ ഉണ്ട്. അതായത് ചില ബിഡുകളിൽ MSME പ്രിഫറൻസ് പറയും. പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ബിഡ് വായിച്ചു നോക്കുമ്പോൾ പറയാം 15% ഓഫ് പ്രിഫറൻസ്. ചിലതിൽ പറയും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ പ്രിഫറൻസ് പറയും. അതേപോലെ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയയിൽ പ്രിഫറൻസ് പറയും. അതായത് നമുക്കിപ്പോൾ 50 ലക്ഷം രൂപ ആവറേജ് ടേൺ ഓവർ ഉണ്ടായിരിക്കണം. പക്ഷേ ചില സമയത്ത് ചില ബിഡുകളിൽ അവർ പറയും 15% പ്രിഫറൻസ് ഫോർ MSME. MSME പറയില്ല, MSC എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ്. MSM എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോ സ്മോൾ മീഡിയത്തിന് ഈ പറയുന്ന പ്രിഫറൻസ് ഒന്നും കിട്ടില്ല. മൈക്രോ സ്മോൾ അതാണ് MSC. അപ്പോൾ ഈ പറയുന്നവർക്കൊക്കെ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. അതായത് 50 ലക്ഷം ടേൺ ഓവർ വേണമെന്ന് പറയുന്നിടത്ത് MSME പ്രിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവർക്ക് അപ്പോൾ 15%, 50 ലക്ഷത്തിൻ്റെ 15% താഴെ ടേൺ ഓവർ ഉണ്ടെങ്കിലും എനിക്ക് അതിൽ കൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ റേറ്റ് വന്നാൽ പോലും മാനുഫാക്ചററും റീസെല്ലറും കൂട്ട് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറർ L2 ആയി, റീസെല്ലർ L1 ആയി. വേറെ ഒരു പ്രൊഡക്റ്റിൽ ഒരു മാനുഫാക്ചറർ L2 ആയി, റീസെല്ലർ L1 ആണ്. പക്ഷേ അയാളുടെ ഗ്യാപ്പ്, അതായത് L1 to L2 ഗ്യാപ്പ് 15% താഴെയാണെങ്കിൽ ഗവൺമെൻറ് ആ ബയ്യർ ആ ബിഡിൽ MSME പ്രിഫറൻസ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ L1 പ്രൈസിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ MSME മാനുഫാക്ചർക്ക് ആ വർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ബെനിഫിറ്റ്സ് നമുക്ക് ഈ MSME വഴി, ജമ്മു വഴി നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ജസ്റ്റ് നമ്മുടെ ജെമ്മിൻ്റെ ഒരു എന്താ പറയുക, ജെമ്മിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ജെമ്മിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജെം സെല്ലർ ജേണി. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഞങ്ങൾ ജെം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല. ചില ബയ്യേഴ്സ് പറയും നിങ്ങൾ ജെമ്മിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സെല്ലർ പറയും ഞങ്ങൾ ജെമ്മിലുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഞങ്ങൾ ജെമ്മിലുണ്ട്, പക്ഷേ അവർ ഓർഡർ തന്നെയില്ല. പക്ഷെ അങ്ങനെയല്ല. അതായത് ഒരു സെല്ലർ ജേണി ഉണ്ട്. ഞാൻ ജെമ്മിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ബിഡ് ചെയ്യാനോ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനോ ജെം വഴി പറ്റില്ല. അപ്പോൾ സോറി, രണ്ട് രീതിയിലാണ് നമുക്ക് ജെമ്മിൽ പ്രൊഡക്റ്റ്. ഇപ്പം ഞാൻ സർവീസിനേക്കാൾ ഉപരി പ്രൊഡക്റ്റ് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിലാണ് നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന പ്രൊഡക്റ്റിലാണ്. സർവീസിൽ കുറച്ചും കൂടി ബെറ്റർ, കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം സർവീസ് പറയാത്തത്. അപ്പം നമുക്ക് ഇതിനകത്ത് 3 രീതിയിലാണ്. ഒന്ന് സർവീസ് പ്രൊവൈഡേഴ്സ്, 2 മാനുഫാക്ചറർ, 3 റീസെല്ലർ.
ഈ 3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിൻ്റെ സെല്ലർ ജേണി എന്താണെന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. അതായത് നമുക്കൊരു ജെം രജിസ്ട്രേഷൻ ഫേസ് 1 എന്ന് പറയുന്നത് നമുക്കൊരു ജെം രജിസ്ട്രേഷൻ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ജെം രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സംശയം. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ജെമ്മിലുണ്ട്, എനിക്ക് ജെമ്മിൽ വേറൊരാൾ പറഞ്ഞു ജെമ്മിൽ രജിസ്റ്റർ ചെയ്യണം, അപ്പോൾ എനിക്ക് വിൽക്കാമല്ലോ എൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല, പിന്നെ ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്താ കാര്യം? പക്ഷെ അതിന് അതിൻ്റേതായ പ്രോപ്പർ ചാനൽസ്, അതായത് ഇപ്പം നമ്മൾ ഈസ് ഓഫ് ബിസിനസ് ഇത്രയും പറയുന്നതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ചാനൽ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഫേക്ക് ആയിട്ടുള്ള സർവീസസ് വരാൻ ഭയങ്കര ഹെവി ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതുവഴി ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാനുഫാക്ചർ. ഇതിപ്പം നമ്മൾ മാനുഫാക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫേസ് 1 നമുക്ക് വേണ്ടത് ജെം രജിസ്ട്രേഷനാണ്. ഈ ജെം രജിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ മാനുഫാക്ചറർ, ഇപ്പം ഞാനൊരു മാനുഫാക്ചററാണ്, എൻ്റെ ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്, പലരും ഉണ്ട്. അപ്പോൾ എൻ്റെ ക്ലയൻസിൽ പകുതി ആൾക്കാർ, മെജോറിറ്റി 90% ആൾക്കാരും മാനുഫാക്ചറർ ആണെങ്കിൽ പോലും റീസെല്ലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് മാനുഫാക്ചറർ ആവണമെങ്കിൽ നമുക്ക് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്ത് നമുക്ക് OEM പാനൽ എടുക്കണം. ഇതില്ലാതെയാണ് നമുക്ക് റീസെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആസ് എ മാനുഫാക്ചറിൻ്റെ ജേർണി പറയുകയാണെങ്കിൽ ഫേസ് 1 ജെം രജിസ്ട്രേഷൻ ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് വെണ്ടർ അസസ്മെൻറ്റ് അല്ലെങ്കിൽ വെണ്ടർ എക്സംഷൻ. വെണ്ടർ അസസ്മെൻറ്റ് അതായത് ഞാൻ മാനുഫാക്ചറർ ആണെന്ന് ജെമ്മിനെ നമ്മൾ തെളിയിക്കണം. അപ്പോൾ ജെമ്മിന് നമ്മൾ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം, ജെമ്മിനെ കൊണ്ട് അസസ്മെൻറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എക്സംഷൻ കിട്ടണം. എക്സംഷൻ എന്ന് പറയുന്നത് ചില കാറ്റഗറിയിൽ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കാറ്റഗറീസ്, സോറി CDSCO ലൈസൻസ് ഉള്ള കാറ്റഗറീസ്, അതുപോലെ BAS ഉള്ള കാറ്റഗറീസ്, അവർക്കൊക്കെ എക്സംഷൻസ് ഉണ്ട് മാനുഫാക്ചറായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എക്സംഷൻസ് എടുത്തിട്ടാണ് OEM പാനൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യണം, നമ്മൾ മാനുഫാക്ചർ ആണെന്ന് അവരെ തെളിയിക്കണം. അത് റൈറ്റ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പോൾ അസസ് ചെയ്യുന്നത്. അവർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് അസസ്മെൻറ്റ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ക്ലയൻസും ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം, വെണ്ടർ അസസ്മെൻറ്റ്, വെണ്ടർ എക്സംഷൻ. അടുത്തൊരു ജേണി വരുന്നതെന്ന് പറയുന്നത്, തേർഡ് ഫേസ് എന്ന് പറയുന്നത് OEM പാനൽ അക്സസ് ബ്രാൻഡിങ് കാറ്റലോഗ് എഡിഷൻ. അതായത് നമ്മൾ അസസ്മെൻറ്റോ എക്സംഷനോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ, അതാണ് OEM പാനൽ കിട്ടും. ആ പാനൽ നമ്മൾ അക്സസ് ചെയ്യണം. ആ പാനൽ അക്സസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രാൻഡ് ചെയ്യണം. ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റിൽ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ആ ബ്രാൻഡ് ചെയ്ത് അത് കഴിഞ്ഞാണ് നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്യുക. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിൽ കാണുന്നത് പോലെ ഒരു ഫ്രിഡ്ജ് വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു TV വയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വിൽക്കാനുണ്ട്, ആ കാറ്റലോഗ് അതിനാണ്. അതായത് നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് കാണുന്ന പോലെ അതേപോലെ ചെയ്യുന്നതിനാണ് കാറ്റലോഗ് എന്ന് പറയുക. ആ കാറ്റലോഗിനെ ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് എഡീഷൻ, അല്ലെങ്കിൽ കാറ്റലോഗ് എഡീഷൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എഡീഷൻ. നമ്മുടെ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുക, അതാണ് കാറ്റലോഗ് എഡീഷൻ. നാലാമത് വരുന്ന ഫേസാണ് റീസെല്ലർ ജനറേഷൻ. ആക്ച്വലി എനിക്ക് കുറച്ച് കഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് റീസെല്ലർ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിനെ റീസെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ജെമ്മിലുള്ളൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു മാനുഫാക്ചറായിട്ട് നമ്മൾ അസസ് ചെയ്തു, നമുക്കൊരു OEM പാനൽ കിട്ടി, ബ്രാൻഡ് ചെയ്തു, കാറ്റലോഗൊക്കെ ആഡ് ചെയ്തു, നമ്മൾ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് സെല്ല് ചെയ്യണമെന്ന് ജെമ്മ് പറയുന്നില്ല. എനിക്ക് റീസെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഫ്രാഞ്ചൈസി ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് റീസെല്ലർ, നമ്മളിപ്പോൾ വോൾട്ടാസിൻ്റെ അടുത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്കും റീസെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ആ റീസെല്ലേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇതിൽ കൂടെ വിൽക്കാം. അതായത് എനിക്കും വിൽക്കാം, അവർക്കും വിൽക്കാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ എനിക്കിപ്പോൾ എറണാകുളത്ത് മാത്രം വിൽക്കാനേ ഇഷ്ടമുള്ളൂ എൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഇപ്പം ഞാനൊരു ടേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്, എനിക്ക് എറണാകുളത്ത് മാത്രമേ വിൽക്കാൻ മതി, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളിടത്തെല്ലാം റീസെല്ലർ വഴി ചെയ്താൽ മതി. അപ്പം ഞാൻ കണ്ണൂരുള്ള ഒരാൾക്ക് റീസെല്ലിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാലക്കാടുള്ള ഒരാൾക്ക് റീസെല്ലിങ് കൊടുക്കുന്നു. അയാൾക്കൊരു കോഡ് കൊടുത്ത് അയാളെ ഞാൻ എൻ്റെ റീസെല്ലറായിട്ട് ഓതറൈസ് ചെയ്താൽ എൻ്റെ പ്രൊഡക്റ്റ് ജെമ്മിക്കൂടെ അയാൾക്ക് ഇത് വിൽക്കാം. അപ്പോൾ കണ്ണൂരുള്ളടത്ത് അയാൾക്ക് അത് വിൽക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പാലക്കാടുള്ളവർക്ക് അത് വിൽക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അയാൾക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അതായത് മാനുഫാക്ചർ ചെയ്തില്ലെങ്കിലും ഞാനത് ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് റീസെല്ലറിനെ കൊണ്ട് ചെയ്യിക്കാം, അവരെ പുഷ് ചെയ്ത് അവരെ കൊണ്ട് വിൽക്കാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മാനുഫാക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കും വിൽക്കാം, നമ്മുടെ റീസെല്ലേഴ്സിനെ കൊണ്ടും വിൽപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെയാണ് നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഷോക്കേസ് ചെയ്താലാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിഡ് പാർട്ടിസിപ്പേഷനും അതേപോലെ
ആരെ പാർട്ടിസിപ്പേഷനും ഡയറക്റ്റ് പർച്ചേസസ് എല്ലാം നടക്കുക. അത് ഡയറക്റ്റ് പർച്ചേസോ അല്ലെങ്കിൽ നമുക്കൊരു ബിഡ് വഴിയോ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ നമുക്ക് ഓർഡർ വരും. ആ ഓർഡർ പിന്നെ പ്രോസസ്സ് ചെയ്യുക, അതിനെ ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് മാനുഫാക്ചറർ ജേണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് റീസെല്ലർ ജേണിയാണ്. അതായത് റീസെല്ലർ ജേണി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജെം രജിസ്ട്രേഷൻ ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചറാണ്, നിങ്ങൾക്ക് റീസെല്ലർ ആണെങ്കിൽ നിങ്ങൾക്കും ഒരു ജെം പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. ഈ ഒരു പ്രൊഫൈൽ വഴിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ റീസെല്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് മാനുഫാക്ചറിൻ്റെ റീസെല്ലർ ആവുകയാണെങ്കിൽ ഭയങ്കര ഒരു ഈസ് ഓഫ് ബിസിനസ് ആണ്. അതായത് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതായത് ജെമ്മ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നു, ഞാനൊരു മാനുഫാക്ചറാണ്, എൻ്റെ റീസെല്ലർക്ക് ഞാൻ അതിന് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ റീസെല്ലർ പാനൽ വഴി നമ്മളത് വെരിഫൈ ചെയ്യും. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് അതുവഴി ആഡ് ചെയ്തിട്ട് നമുക്കിത് വിൽക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വെണ്ടർ അസസ്മെൻറ്റിൻ്റെ റീസെല്ലർ ആണെങ്കിൽ വെണ്ടർ അസസ്മെൻറ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പ്രശ്നങ്ങളല്ല. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് റീസെല്ലർ ജേണി. പക്ഷേ നമുക്ക് മാനുഫാക്ചേഴ്സ് കൃത്യമായിരിക്കണം, നല്ല മാനുഫാക്ചറർ ആയിരിക്കണം. അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ആസ് എ റീസെല്ലർ ഞാനാണ് അത് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ക്ലയൻസിൽ പോലും മാനുഫാക്ചർ ആയ ആൾക്കാർ റീസെല് ചെയ്യുന്നു. അപ്പോൾ അവർ മാനുഫാക്ചർ ആണെങ്കിൽ പോലും അസസ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് റീസെല്ലറായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും അത് ചെയ്യാൻ പറ്റില്ല. ആസ് എ ക്വാഡ്രന്റ് പോളിസിയാണ്. ക്വാഡ്രന്റ് പോളിസി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെല്ലർ എന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ചില ക്വാഡ്രൻസിൽ നമുക്ക് റീസെല്ലറായിട്ട് ചെയ്യാം. ഇപ്പോൾ മാനുഫാക്ചറാണ്, ഞാൻ മാനുഫാക്ചറാണ്, പക്ഷേ എനിക്ക് അസസ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജെമ്മിനെ ഞാൻ തെളിയിച്ചിട്ടില്ല മാനുഫാക്ചർ ആണെങ്കിൽ എനിക്ക് മാനുഫാക്ചറായിട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് റീസെല്ലർ ജേർണിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീസെല്ലർ എന്നുള്ളത് നമ്മൾ ചെയ്യും. അപ്പോൾ ജെം രജിസ്ട്രേഷൻ, റീസെല്ലർ പാനൽ വെരിഫിക്കേഷൻ, കാറ്റലോഗ് അഡീഷൻ, ബിഡ് ആർ പാർട്ടിസിപ്പേഷൻ, ഓർഡർ പ്രോസസ്സിംഗ്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഈ വെണ്ടർ അസസ്മെൻറ്റ് എക്സംഷൻസ് ഇല്ല. അതുപോലെ നമുക്ക് ബ്രാൻഡ് ചെയ്യാനോ അങ്ങനെയുള്ള ഇഷ്യൂസ് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്കൊരു ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് Q3 കാറ്റഗറിയിലോട്ട് ബ്രാൻഡ് ചെയ്യാം. പക്ഷേ അല്ലാതെ നമുക്കൊരു ബ്രാൻഡിങ് ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റീസെല്ലർ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ആ ഒരു ബ്രാൻഡിൽ തന്നെ ഇപ്പോൾ വോൾട്ടാസ്, ഇപ്പം ഞാനൊരു വോൾട്ടാസിൻ്റെ റീസെല്ലറാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ വോൾട്ടാസിൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ ജെം രജിസ്ട്രേഷൻ എടുക്കുന്നു, ഞാൻ വോൾട്ടാസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, റീസെല്ലർ പാനൽ വഴി ഞാൻ എൻ്റെ റീസെല്ലർ കോഡ് വഴി ഞാനത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ കാറ്റലോഗ് ആഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ വോൾട്ടാസിൻ്റെ ഒരു 1 ടൺ AC 50,000 റുപ്പീസിനാണ് അവർ MRP ഇട്ടേക്കുന്നത്. അവരുടെ ഓഫർ പ്രൈസ് 10% താഴ്ത്തി അവരൊരു 45,000 ഇട്ടിരിക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് 45,000-നോ 40,000-നോ 41,000-നോ എൻ്റെ ഇഷ്ടത്തിന് വിൽക്കാം. പക്ഷേ എനിക്ക് ആ MRPയുടെ 10% മേലോട്ട് വിൽക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നമുള്ളൂ. ബാക്കി എൻ്റെ ഇഷ്ടമാണ് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത്. അപ്പോൾ ആസ് എ റീസെല്ലർ ഞാനിവിടെ രജിസ്റ്റർ ചെയ്തു, ഞാൻ ഒതൻറ്റിക്കേറ്റ് ചെയ്തു, വോൾട്ടാസിൻ്റെ റീസെല്ലറാണ്, ഞാനിവിടെ കാറ്റലോഗ് ആഡ് ചെയ്തു, ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്നൊരു ഓതറൈസേഷൻ തന്നാൽ എനിക്ക് ഇതുവഴി സെയിൽ ചെയ്യാം. അപ്പോൾ റീസെല്ലർ ജേണി കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ റീസെല്ലർ അല്ലെങ്കിൽ മാനുഫാക്ചർ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ റീസെല്ലർ കുറച്ചും കൂടി എളുപ്പമാണെന്നും പറഞ്ഞു. അപ്പോൾ മാനുഫാക്ചറിനും റീസെല്ലറിനുള്ള ബെനിഫിറ്റ്സ്, അത് എന്താണ് ബെനിഫിറ്റ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു. അത് ഞാൻ ജസ്റ്റും കൂടി ഒന്നുകൂടി പറയാം. അതായത് മാനുഫാക്ചറർ എന്നുള്ളത് ഇപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നത് മാനുഫാക്ചറർ ബെനിഫിറ്റ്. അതായത് ഇപ്പം ഞാൻ മാനുഫാക്ചററാണ്, എങ്ങനെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു കാറ്റലോഗ് ഫിസിക്കലി പ്രിൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലി പ്രിൻ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പരസ്യം കൊടുക്കുന്നു. അതേപോലെ നമ്മൾ ആൾക്കാരെ പോയി കണ്ട് സംസാരിച്ച് ചെയ്യുന്നു. പക്ഷേ ആസ് എ മാനുഫാക്ചറർ ഞാൻ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് നമുക്കത് കാണുമ്പോൾ നമ്മുടെ ബ്രാൻഡും കാര്യങ്ങളും എല്ലാം കൃത്യമാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന് മനസ്സിലാവും അങ്ങനെ ഒരു മാനുഫാക്ചർ ഈ പ്രൊഡക്റ്റിലുണ്ട്. അതായത് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു AC വേണം, ആ AC യുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ആരൊക്കെ മാനുഫാക്ചർ ഉണ്ടോ അവരെ എല്ലാവരും വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എവിടെയും പരസ്യം കൊടുക്കാതെ എൻ്റെ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് അവിടെ വിസിബിൾ ആണ് ഗവൺമെൻറ് ഫ്രണ്ടിൽ. അപ്പോൾ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി മാനുഫാക്ചറർക്ക് കിട്ടുവാണ്. അതായത് ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഗവൺമെൻറ്റിൽ ആരെയും കാണുന്നില്ല, ഞാൻ പ്രൈവറ്റിൽ ആരെയും കാണുന്നില്ല, ഞാൻ പരസ്യം കൊടുക്കുന്നില്ല, ഞാൻ ഒരു സാധനം അതായത് ഇതിനു വേണ്ടി ഒരു പ്രൊഡക്റ്റ് ബ്രൗഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാനിതിനകത്ത് ചെയ്യുന്നത് വെച്ചിട്ട് എന്നെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എന്നെ ഞാനവിടെ ഷോക്കേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാവും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മളെ സംബന്ധിച്ച്. ഒരു ആസ് എ മാനുഫാക്ചറർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇനി വരുന്നത്
അടുത്തത് എഫക്റ്റീവ് കാറ്റലോഗ് മാനേജ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്തു, ആ പ്രൊഡക്റ്റിനെ ഞാൻ ഷോക്കേസ് ചെയ്തു, പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ട്, അപ്പോൾ എനിക്കിതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് സിമ്പിളായിട്ട് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ സ്റ്റോക്ക് ഔട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് ഒരു കാറ്റലോഗ്സുകളും, പക്ഷേ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ചെയ്ത് വെക്കാം. അതായത് ഞാനിപ്പോൾ വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അപ്പോൾ പ്രശ്നമില്ല, എനിക്ക് നാളെ വിൽക്കാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈസിനെസ്, അതായത് ഒരു ക്യാപ്ച അടിച്ച് അല്ലെങ്കിൽ ഒരു OTP എടുത്ത് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു സിമ്പിളായിട്ടൊരു പരിപാടി. അപ്പോൾ ഇതിനകത്ത് പിന്നെ മാനുഫാക്ചറർക്കുള്ള ബെനിഫിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. MSME പ്രിഫറൻസ് ഫോർ മാനുഫാക്ചറർ, 15% ലിവറേജ് ഇൻ പ്രീ ക്വാളിഫിക്കേഷൻ, അതേപോലെ 15% നമുക്കൊരു റിലാക്സേഷൻ ഇൻ പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ്, അതേപോലെ 15% L1, അതായത് നമുക്ക് നമ്മുടെ റേറ്റ് വരുമ്പോൾ പോലും നമ്മൾ L2 ആണെങ്കിൽ പോലും നമുക്ക് അതിനകത്തൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ആൾക്ക് വേണ്ടി ഒരു സർവീസ് സെക്ടറായിരുന്നു, ഒരു ഹയറിങ്ങിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് ഹയറിംഗ് ആയിരുന്നു. അത് ഞാൻ ഒരു എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടി കൊട്ടേഷൻ ചെയ്തു. ആ കൊട്ടേഷൻ ഞാൻ ചെയ്തത് എടുത്തപ്പോൾ സർവീസ് സെൻറ്റർ ചെയ്തപ്പോൾ ഞാൻ ലാസ്റ്റ് അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് MSME പ്രിഫറൻസ് വേണോ? ബിഡിൽ അവർ ചോദിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, എനിക്ക് വേണം. വേറൊരു പാർട്ടി അതേപോലെ തന്നെ അവരും ബിഡ് ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ അവർ ഡിഫോൾട്ടായിട്ട് നോ കടന്നുകൊണ്ട് അവർ യെസ് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടെൻഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കാണ് L1 ആയത്, പക്ഷേ എൻ്റെ പാർട്ടി L2 ആണ്. പക്ഷേ ഞങ്ങൾക്ക് MSME പ്രിഫറൻസ് ഉണ്ട്, അവർക്ക് MSME പ്രിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ബയ്യർ ചോദിച്ചു, നിങ്ങൾക്ക് L1 റേറ്റിലേക്ക് വരാവോ? അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു L1ലേക്ക് വരാം എന്ന് പറഞ്ഞു. ആ L1 വന്നുകൊണ്ട് തന്നെ ഈവൻ എനിക്ക് ആ L1ലേക്ക് എൻ്റെ പാർട്ടി L2 ആയിരുന്നെങ്കിലും അവർക്ക് ആ കോൺട്രാക്റ്റ് പ്ലേസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റി. അപ്പോൾ അത്രയും ബെനിഫിറ്റാണ് നമ്മൾ പറയുന്നത്. പെർഫെക്റ്റ്ലി അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് പറയുന്നതും ചെയ്യുന്നതും, ആ കാര്യത്തിൽ പെർഫെക്റ്റാണ്. അതായത് മാനുഫാക്ചർക്കുള്ള ബെനിഫിറ്റ് മാനുഫാക്ചർക്ക് കിട്ടുക തന്നെ ചെയ്യും. ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതേപോലെ മേക്ക് ഇൻ ഇന്ത്യ പോളിസി, ഇന്ത്യ MII പോളിസി എന്ന് പറയും. മേക്ക് ഇൻ ഇന്ത്യ പ്രിഫറൻസസ് ഉണ്ട്. അതായത് ചില പ്രൊഡക്റ്റുകൾ, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില ബിഡുകളൊന്നും 100 crores താഴെയുള്ളതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ അല്ലാത്തൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് മേക്ക് ഇൻ ഇന്ത്യ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനൊരു പ്രിഫറൻസ് ആണ്. പുറത്തുനിന്ന് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നോ ഇതിൽ നിന്നുള്ള അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളെ അവർക്കുള്ള പ്രിഫറൻസിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് നമുക്കുണ്ട്. അപ്പോൾ പ്രീ ക്വാളിഫിക്കേഷൻസിലുണ്ട്, പ്രൈസിങ്ങിലുണ്ട്, ഒട്ടനവധി ബെനിഫിറ്റ്സ് നമുക്ക് ഇതുവഴി ജെമ്മ് വഴി നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും ആസ് എ MSME, ആസ് എ മാനുഫാക്ചറർ. ഇതെല്ലാം പക്ഷേ നമ്മൾ മാനുഫാക്ചറർ ആണെന്ന് തെളിയിക്കണം, അതിന് കുറച്ചധികം പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ടൈം ടേക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഇത്ര ബെനിഫിറ്റ്സ് കിട്ടുവാണ്. ഓക്കെ. അപ്പോൾ ഇനി റീസെല്ലർ എന്നുള്ള ബെനിഫിറ്റ്. റീസെല്ലറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാസ്റ്റ് ഓൺ ബോർഡിംഗ് ആണ്. അതായത് ഞാൻ ജെം രജിസ്ട്രേഷൻ എടുത്തു, എനിക്ക് വോൾട്ടാസ് ഓതറൈസേഷൻ തന്നു, ഞാൻ ഓതറൈസേഷൻ വെച്ചിട്ട് ആ ദിവസം തന്നെ റീസെല്ലറായിട്ട് ഓതറൈസ് ആവുന്നു. അത് നെക്സ്റ്റ് ഡേ ഞാൻ കാറ്റലോഗ് ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ എനിക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ റീസെല്ലർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഓൺ ബോർഡിംഗ് ആണ്. എത്രയും പെട്ടെന്ന് നമുക്കൊരു പ്രൊഡക്റ്റിനെ എടുത്ത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് വഴിയോ ബിഡ് വഴിയോ എല്ലാം സെല്ല് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഓർഡർ മാനേജ്മെൻ്റ് എല്ലാം എളുപ്പമാണ്. അതായത് നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതേപോലെ പല കാര്യങ്ങളും. പിന്നെ റീസെല്ലറിൻ്റെ ബെനിഫിറ്റ്, അതായത് MSMEക്കുള്ള മാനുഫാക്ചറർക്കുള്ള ബെനിഫിറ്റ് റീസെല്ലർക്ക് കിട്ടില്ലെങ്കിൽ പോലും ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ, അതായത് ജെമ്മിൽ 3 തരം പർച്ചേസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് EMD അടയ്ക്കേണ്ട കാര്യമില്ല, പ്രീ ക്വാളിഫിക്കേഷൻ ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റാണെങ്കിൽ നമുക്ക് മേടിക്കാം, നമുക്ക് സെല്ല് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് റീസെല്ലർ, ആസ് എ റീസെല്ലർ എനിക്കിപ്പോൾ പല ടെൻഡറുകൾ ചെയ്യുമ്പോൾ EMD അടയ്ക്കണം. അതേപോലെ നമുക്ക് അതിന് പ്രീ ക്വാളിഫിക്കേഷൻസ് ചോദിക്കും പലരും. പക്ഷേ ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ബയ്യർ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് പർച്ചേസിൽ സാധനം കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ എനിക്കവിടെ EMDയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല, പ്രീ ക്വാളിഫിക്കേഷൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ബയ്യറിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഡയറക്റ്റ് പർച്ചേസ് വഴി, അതായത് 10 ലക്ഷം രൂപ വരെയുള്ള പർച്ചേസുകൾ, കുറച്ച് ഓർഡേഴ്സ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഗവൺമെൻറ്റിലേക്ക് അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലേ. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഫർദർ ഫ്യൂച്ചറിൽ നമുക്കിത് കോൺട്രാക്ട്സുകൾ, വലിയ വലിയ കോൺട്രാക്ട്സുകളിലേക്കും ബിഡ്സിലേക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റീസെല്ലർ ബെനിഫിറ്റ്സ് എന്നുള്ളത്. പിന്നെ പേയ്മെൻറ്റ് എന്നുള്ളത് എല്ലാവർക്കും
എല്ലാവർക്കും MSME വന്നവർക്ക് അറിയാം, പുതിയൊരു പ്ലാറ്റ്ഫോം ODR പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അതുപോലെ സാമദാൻ പോർട്ടൽസ് വന്നിട്ടുണ്ട്. ഇതുവഴിയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുവഴിയെല്ലാം കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജെം വഴി തന്നെ ജെമ്മിലൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം, ഇൻസിഡൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും, അതായത് പേയ്മെൻറ്റ് ഇഷ്യൂ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റിൽ കുറച്ച് ഡിലേസ് ഉണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാളും കുറച്ചും കൂടി പ്രോംപ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. എല്ലാ സെക്ടറും പ്രോംപ്റ്റ് അല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. എനിഹൗ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നല്ല കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം മാനുഫാക്ചർക്കും റീസെല്ലേഴ്സിനും ഉണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ക്വാഡ്രൻസ് ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കാറ്റഗറി ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് ഒരു ക്വാഡ്രൻറ്റ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രൊഡക്റ്റുകൾ, അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ ക്വാഡ്രൻസ് ആയിട്ടാണ് തിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, അതായത് നമ്മളിപ്പോൾ ചെയർ അടച്ചു, സെർച്ച് ചെയ്തു, ചെയർ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം Q2, Q3, Q2, Q2, Q2. ഈ വെർഷൻ, അതായത് V5 എന്ന് പറയുന്നത് വെർഷനാണ്. അതായത് റിവോൾവിംഗ് ചെയറിൻ്റെ വെർഷൻ 5 ആണ് വന്നത്, പക്ഷേ ക്വാഡ്രൻറ്റ് 2 ആണ്. അപ്പം നമ്മുടെ ക്വാഡ്രൻസ് മനസ്സിലാക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാഡ്രൻസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. Q വെച്ചിട്ട് തുടങ്ങുന്ന എന്താണ്, അതാണ് ക്വാഡ്രൻസ്. അപ്പോൾ എല്ലാ ക്വാഡ്രൻസിലും ഉള്ള പ്രൊഡക്റ്റ് എല്ലാവർക്കും വിൽക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സെയിൽ ചെയ്യാം. എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് ക്വാഡ്രൻറ്റ് പോളിസീസ്. അപ്പോൾ ആ പോളിസീസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അതായത് ഇപ്പോൾ എന്നെ വിളിക്കുന്ന പല ക്ലയൻസും എന്നോട് പറയും, എനിക്ക് AC വിൽക്കണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റ് ചെയർ വിൽക്കണം, റിവോൾവിംഗ് ചെയർ. ഏറ്റവും കൂടുതൽ വരുന്നൊരു എൻക്വയറിയാണ് റിവോൾവിംഗ് ചെയർ. പക്ഷേ റിവോൾവിംഗ് ചെയറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അത് ക്വാഡ്രൻറ്റ് 2 പെട്ടതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, പക്ഷേ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്വാഡ്രൻറ്റ് പോളിസി എന്നുള്ളത് ഞാൻ കാണിക്കാം. അതായത് ക്വാഡ്രൻറ്റ് പോളിസി എന്ന് പറയുന്നത്, ഓക്കെ, ക്വാഡ്രൻറ്റ് പോളിസി Q1, Q2, Q3, Q4 4 ക്വാഡ്രൻസ് ആണ് നമുക്ക് നിലവിലുള്ളത്. 5, 6 എന്ന് പറയുന്ന ക്വാഡ്രൻസ് ഉണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന ഒരു ക്വാഡ്രൻ്റ് അല്ല. അതായത് ODOP, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ്. അത് നമ്മളെ ബാധിക്കുന്നതല്ല. പിന്നെ ഒരു സഹായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്, അതും Q5 നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പോൾ ആസ് എ റീസെല്ലർ ഓർ എ മാനുഫാക്ചറർ നമ്മളെ ബാധിക്കുന്ന ക്വാഡ്രൻസ് ഈ 4 Q1, Q2, Q3, Q4. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി OEM ആണ്. അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്ക് മാത്രം ബിഡ് ചെയ്യാനും അതേപോലെ മാനുഫാക്ചർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാഡ്രൻ്റാണ് Q1. അപ്പോൾ ആൾക്കാരുടെ സംശയം, എൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ മാനുഫാക്ചറായ Q1 ആവുമോ? അങ്ങനെയല്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യണ കാര്യം. അതിനകത്ത് ജെമ്മ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് Q1 പെട്ടതാണ്, ഈ പ്രൊഡക്റ്റ് Q2 പെട്ടതാണ്. അല്ലാതെ ഞാൻ മാനുഫാക്ചറർ ആയതുകൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് Q1 വരില്ല. ഓക്കെ, അപ്പോൾ ജെമ്മിനൊരു മാനദണ്ഡമുണ്ട്. ഈ പ്രൊഡക്റ്റുകളെല്ലാം Q1 ഈ പ്രൊഡക്റ്റുകളെല്ലാം Q2 ഈ പ്രൊഡക്റ്റുകളെല്ലാം Q3. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നോക്കിയാൽ നമുക്കറിയാം Q1 ആണോ, Q2 ആണോ, Q3 ആണോ, Q4 ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് Q1 എന്ന് പറയുന്നത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ Q1ൻ്റെ ഒരു എക്സാമ്പിളാണ് വെഹിക്കിൾ. ഇപ്പം ഞാനൊരു കാർ അടിച്ചു നോക്കുകയാണ്, പാസഞ്ചർ കാർ. അത് Q1 പെട്ട കാറ്റഗറിയാണ്. കണ്ടോ, Q1 കാറ്റഗറിയാണ്. അതായത് മാനുഫാക്ചർക്ക് മാത്രം വിൽക്കാനും സെയിൽ ചെയ്യാനും അതേപോലെ ഇത് ചെയ്യാനും, നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോലും മാനുഫാക്ചർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാനുഫാക്ചർ മീൻസ് ഞാനൊരു മാനുഫാക്ചറായിട്ട് കാര്യമില്ല, എന്നെ അസസ് ചെയ്യണം അല്ലെങ്കിൽ എക്സംഷൻ മേടിച്ചിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് മാനുഫാക്ചറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ Q1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചർ ആ പറയുന്ന കാറ്റഗറിയിൽ മാനുഫാക്ചർക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ഒരു കാറ് നമ്മൾ കണ്ടു. ഈ കാറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാറ് മാരുതി സുസുക്കിക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അത് വയലാട്ടോ അല്ലെങ്കിൽ പൊത്തൻസിനോ അല്ലെങ്കിൽ സായി സർവീസിനോ അല്ലെങ്കിൽ ഇൻഡസിനോ വിൽക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അത് മാരുതിക്ക് ഡയറക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് അറിയാം, ലുലുവിലൊക്കെ ചില പ്രൊഡക്ട്സ് അവർ ഡയറക്റ്റ് എടുക്കുള്ളൂ. അതായത് ഇടയിലൊരു ഡീലർ ഉണ്ടാവില്ല. സെയിം, അതായത് Q1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചറർ ഡയറക്റ്റ് ഗവൺമെൻറ് വിൽക്കണം. ഇപ്പോൾ ഒരു ബൊലോറോ വിൽക്കണമെങ്കിൽ മഹീന്ദ്ര ഡയറക്റ്റ് ആയിരിക്കും ബില്ലിംഗ് ടു ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അതാണ് Q1 കാറ്റഗറി. അപ്പോൾ അതിൽ എന്ന് പറയുന്നത് മാനുഫാക്ചർക്ക് മാത്രമാണ് ആ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനോ ആ ക്വാഡ്രൻ്റ് വഴിയുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനോ മാനുഫാക്ചർക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് Q1. അത് കുറച്ച് പ്രൊഡക്റ്റുകളാണ്, അതായത് വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്, കുറച്ച് കാര്യങ്ങൾ ആണ് Q1 വരുന്നത്. സെക്കൻഡ് ഐറ്റമാണ് വരുന്നത് Q2. അതിനകത്ത് OEM ഉണ്ട്, ഓതറൈസ്ഡ് റീസെല്ലറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വർഷം പറയുവാണെങ്കിൽ വോൾട്ടാസ് OEM ഇപ്പോൾ വോൾട്ടാസിൻ്റെ ഡീലർ
അവർ ഓതറൈസ്ഡ് റീസെല്ലർ. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് വോൾട്ടാസിൻ്റെ ഓതറൈസേഷൻ ഉണ്ട്, അപ്പോൾ ഓതറൈസ്ഡ് റീലറാണ്. പക്ഷേ ഓതറൈസ്ഡ് റീസെല്ലർ എന്ന് പറഞ്ഞ പേപ്പറിൽ നമുക്ക് കിട്ടിയോണ്ട് കാര്യമില്ല. നമുക്ക് ജെമ്മ് വഴി നമ്മളെ വാലിഡേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ വോൾട്ടാസ് ജെമ്മിലുണ്ടായിരിക്കണം, അയാൾ മാനുഫാക്ചറായിട്ട് ജെമ്മിൽ അസസ് ചെയ്ത് അയാൾ ആയിരിക്കണം, മാനുഫാക്ചറാണെന്ന് തെളിഞ്ഞിരിക്കണം, അയാളുടെ നിന്ന് നമുക്കൊരു റീസെല്ലർ കോഡ് നമുക്ക് ജെമ്മിൽ കിട്ടണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഓതറൈസ്ഡ് റീസെല്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓതറൈസ്ഡ് റീസെല്ലർ ആയാൽ മാത്രമാണ് ക്വാഡ്രന്റ് 2-ലുള്ള ഐറ്റംസ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ അതിൽ കാണിച്ചത് നമ്മൾ പറഞ്ഞത് റിവോൾവിംഗ് ചെയർ ക്വാഡ്രന്റ് 2. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയറിയാം, ഇതിലെല്ലാം ബ്രാൻഡഡ് ആണ് ഏറെക്കുറെ. അൺബ്രാൻഡഡ് എന്നുള്ള ഓപ്ഷൻസ് തീരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ബ്രാൻഡഡ് എന്ന് പറയാൻ കാരണം അവർ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലർ OEM, ഈ ഡെസിഗ്നോ എന്ന് പറയുന്നത് OEM സെല്ല് ചെയ്യുന്ന കാറ്റലോഗാണിത്. ഇത് ചില കാറ്റലോഗ്സ് നമുക്ക് കാണാൻ പറ്റും റീസെല്ലറാണ് ചെയ്യുന്നത് പലതിലും. അപ്പം അത് ഡിഫറെൻ്റ് ആണ്. നമുക്കത് പിന്നീടുള്ള ഇതിലൊക്കെ മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണ് Q2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Q2 എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ വോൾട്ടാസിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലറും. അപ്പോൾ വോൾട്ടാസ് ഒരു കോഡ് തന്നാൽ മാത്രമാണ് എനിക്ക് 1 ടൺ AC ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ AC എന്ന് പറയുന്ന ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് AC എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ആയിരിക്കും നമുക്ക് കോഡ് വരിക. അപ്പോൾ വോൾട്ടാസ് എനിക്കൊരു കോഡ് തന്നു, ഞാനത് എൻ്റെ ജെമ്മ് വഴി വാലിഡേറ്റ് ചെയ്യിച്ചു, ഓതറൈസ്ഡ് ആയി. അപ്പോൾ എനിക്ക് ആ കാറ്റഗറി, അതായത് സ്പ്ലിറ്റ് AC എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ സ്പ്ലിറ്റ് ACയുടെ കീഴിൽ വരുന്ന 1 ടൺ, 1.5 ടൺ, 2 ടൺ, 3 ടൺ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളെല്ലാം എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് എനിക്കിത് വേറൊരാൾക്ക് വിൽക്കാം. ഇപ്പോൾ SBIക്ക് വേണം, കാനറ ബാങ്കിന് വേണം, അവർക്ക് എനിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് Q2 എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് വോൾട്ടാസ് ഓതറൈസേഷൻ തന്നില്ല, അപ്പോൾ എനിക്ക് AC വിൽക്കാൻ പറ്റില്ല, കാരണം അത് ക്വാഡ്രന്റ് 2-ൽ പെട്ട കാറ്റഗറിയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അതായത് എനിക്കില്ലെങ്കിൽ ഓതറൈസേഷൻ, അതായത് പേപ്പറിലെ കാര്യമല്ല പറയുന്നത്, ജെമ്മിൽ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ എനിക്ക് അത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റുകളെ, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പ്രൊഡക്റ്റും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും ജെമ്മിൽ വിൽക്കാം. ഇപ്പോൾ എനിക്ക് വോൾട്ടാസിനെ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഡീലർഷിപ്പ് ഒന്നുമില്ല, പക്ഷേ ഞാൻ വോൾട്ടാസിനോട് ഡയറക്റ്റ് ഡീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് എറണാകുളത്ത് കുറച്ച് ക്ലയൻസിനെ അറിയാം, ഞാൻ വിറ്റോളാം, അവർ റെഡിയാണ്, നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ നമുക്ക് റീസെല്ലർ കോഡ് വരുവാണെങ്കിൽ എനിക്ക് വോൾട്ടാസിനെ വിൽക്കാം. അപ്പോൾ ഇതിലുള്ള റീസെല്ലേഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈവൻ എനിക്ക് പർച്ചേസിലാണെങ്കിലും ഡയറക്റ്റിലാണെങ്കിലും ഈവൻ നമുക്ക് സ്റ്റോക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിർച്വൽ സ്റ്റോക്ക് വെക്കാം. ഈവൻ എൻ്റെ സാധനം ഇല്ലെങ്കിൽ പോലും എനിക്ക് 15 ദിവസം മിനിമം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ആമസോണിലൊക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ജെമ്മിനെ യൂസ് ചെയ്യാം. എനിക്ക് ഈവൻ ഒരു ഗോഡൗൺ സ്പേസോ അല്ലെങ്കിൽ വിർച്വൽ സ്പേസോ മാത്രം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇതിനകത്ത് റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ക്വാഡ്രന്റ് 2 എന്ന് പറയുന്നത് ഇതിനകത്ത് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാനായിട്ട്, സോറി, OEMന് മാത്രമാണ് കാറ്റലോഗ് ചെയ്യാൻ പറ്റുള്ളൂ ക്വാഡ്രന്റ് 2-ൽ. അതായത് വോൾട്ടാസ് കാറ്റലോഗ് ലിസ്റ്റ് ചെയ്തിട്ട് ആ കാറ്റലോഗിനെ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ പക്ഷേ നമ്മുടെ റേറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനിടാം, പക്ഷേ സ്പെസിഫിക്കേഷൻ വോൾട്ടാസ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ക്വാഡ്രന്റ് 2-ൽ ഒൺലി OEM ക്യാൻ ജനറേറ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ആർക്കൊക്കെ വിൽക്കാം ക്വാഡ്രന്റ് 2-ലുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ ചെയർ അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് Q2 ക്വാഡ്രന്റിൽ പെട്ടതാണ്. ആർക്കൊക്കെ വിൽക്കാം, അതായത് വോൾട്ടാസിന് വിൽക്കാം, വോൾട്ടാസിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലർ, അതായത് ജെമ്മ് വഴി അവർ ഓതറൈസ്ഡ് റീസെല്ലർ വെക്കുന്നവർക്കും വിൽക്കാം. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ. അല്ലാത്തവർക്ക് വിൽക്കാൻ പറ്റില്ല, അവിടെയുണ്ട്. അതായത് വോൾട്ടാസ് എനിക്ക് ഓതറൈസേഷൻ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ OEM, അതായത് റീസെല്ലേഴ്സിനെ ലിസ്റ്റ് ചെയ്യാനും റീസെല്ലേഴ്സിനെ, ഇപ്പോൾ ഞാൻ വോൾട്ടാസ് ആണ്, ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ തന്നെ മീൻസ് നിങ്ങൾ വിൽക്കുന്നില്ല, വെറുതെ മേടിച്ച് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ വേണമെങ്കിൽ ഡീലിസ്റ്റ് ചെയ്യാം, നിങ്ങളെ സസ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് അപ്പോൾ എൻ്റെ ജെമ്മൊന്നും സസ്പെൻഡ് ചെയ്യാൻ വോൾട്ടാസിന് പറ്റില്ല, എന്നെ ആ പ്രൊഡക്റ്റിൽ വിൽക്കാനായിട്ട് അനുവദിക്കാതിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ OEM ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും അതിനകത്ത് പോവുക. അപ്പോൾ അതിൻ്റെ ബില്ലിങ്ങും എല്ലാ കാര്യങ്ങളും ബയ്യറായിട്ട് അതായത് ആസ് എ റീസെല്ലർ ഞാനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിഡ് ചെയ്തതെങ്കിൽ ഞാനും ബയ്യറും, അതായത് ഗവൺമെൻറ് തമ്മിലാണ് കച്ചവടം നടക്കുന്നത്, ഞാനും ഗവൺമെൻറ് തമ്മിലാണ് കോൺട്രാക്ട്, ഞാനും ഗവൺമെൻറ് തമ്മിലാണ് ഇൻവോയ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ Q2 എന്ന് പറയുന്നത് അതാണ്. Q3 എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഫാക്ചേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്ക് റീസെല്ലേഴ്സിന്, ഓതറൈസ്ഡ് റീസെല്ലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓതറൈസ്ഡ് അല്ലാത്ത റീസെല്ലേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതാണ് Q3. അപ്പം നമ്മളിവിടെ എഴുതിയേക്കുന്ന നോക്കിയാൽ അറിയാം, അതായത് Q2 OEM ആണ്,
പ്ലസ് ഓതറൈസ്ഡ് റീസെല്ലറാണ്. ഇവിടെ ഒ ഇ എം പ്ലസ് റീസെല്ലർ, അതായത് ഓതറൈസ്ഡ് അല്ലെങ്കിലും ചില പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. അൺബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ വോൾട്ടാസ് പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേൾപൂൾ പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ട്രേഡ് മാർക്ക് ഉണ്ട്. പല രീതിയാണ് അതിൽ, പല രീതി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറാണ് ഞാൻ, ആസ് എ മാനുഫാക്ചറാണ്, എനിക്കൊരു ട്രേഡ് മാർക്ക് ഉണ്ട്. പക്ഷേ ഞാൻ മാനുഫാക്ചറായിട്ട് ജെമ്മിൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ റീസെല്ലറായിട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ട്രേഡ് മാർക്ക് വെച്ചിട്ട് ഞാൻ ബ്രാൻഡ് ചെയ്യും. ഈ ബ്രാൻഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ പേരിൽ റീസെല്ലറായിട്ട് തന്നെ ഞാൻ അതിനെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. അതായത് ഓതറൈസ്ഡ് അല്ലാത്ത റീസെല്ലർക്ക്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടാസിൻ്റെ നിന്ന് മേടിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ നിന്ന് മേടിക്കാതെയും, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ട്രേഡ് മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനതൊരു ഇഷ്യൂ റേസ് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആവും. പക്ഷേ ഇഷ്യൂ അങ്ങനെ റേസ് ആവാറില്ല, ആരും ചെയ്യാറില്ല. പിന്നെ അൺബ്രാൻഡഡ് ആയിട്ട്, അതായത് ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ഒരു ക്ലോത്ത് വിൽക്കണം. ആ ക്ലോത്ത് Q3-യിലാണ് വരുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പം Q3-യിലാണ് വരുന്നതെങ്കിൽ ഇപ്പം ക്ലോത്ത് വേണം. നമുക്കൊരു ചെയർ, ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ചെയർ നമ്മൾ കണ്ടിരുന്നു, കാർഡ് റൂം ചെയർ. ഓക്കെ, ഷോ യു. നമ്മൾ ചെയർ അടിച്ചപ്പോൾ Q3 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കണ്ടു. Q3-യിലുള്ള ഒരു ചെയർ കണ്ടു. അത് ഇതാണ് ഓഫീസ് ചെയർസ്, ബാംബുവിൻ്റെ കീഴിൽ വരുന്ന ചെയർ, അതേപോലെ കൗണ്ടർ ചെയർ, ഇതെല്ലാം Q3-യിലാണ്. അപ്പോൾ ഇതിൽ കണ്ടോ അൺബ്രാൻഡഡ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. കാരണം ആസ് എ റീസെല്ലർ, ഞാൻ മാനുഫാക്ചറർ ആണെങ്കിൽ പോലും, ഞാൻ ലിസ്റ്റ് ചെയ്ത് മാനുഫാക്ചറായിട്ട് തെളിയിച്ചിട്ടില്ലെങ്കിലും, എനിക്ക് ട്രേഡ് മാർക്ക് ഇല്ലെങ്കിലും, എനിക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ട്രേഡ് മാർക്ക് ഇല്ലെങ്കിൽ പോലും, എനിക്ക് അൺബ്രാൻഡഡ് ആയിട്ട് റീസെല്ലറായിട്ട് എനിക്ക് ഇതുവഴി വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് Q3 ബ്യൂട്ടി. അതാണ്, എനിക്കിപ്പോൾ മാനുഫാക്ചറാണ്, പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് Q3-യിലാണ്. അതേപോലെ എനിക്ക് ട്രേഡ് മാർക്ക് ഇല്ല, എനിക്ക് ഒരു സാധനവും ഇല്ല, പക്ഷേ ഞാൻ മാനുഫാക്ചറാണ്. പക്ഷേ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കണം. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് Q3-യിലാണെങ്കിൽ എനിക്ക് അൺബ്രാൻഡ് ചെയ്ത് വിൽക്കാം, റീസെല്ലറായിട്ട് വിൽക്കാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ Q3 എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളെ എനിക്ക് ട്രേഡ് മാർക്ക് ഇല്ലെങ്കിൽ അൺബ്രാൻഡ് ആയിട്ടും, അതേപോലെ എനിക്ക് മാനുഫാക്ചറിങ് ആയിട്ട് എന്നെ അസസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് റീസെല്ലറായിട്ടും എനിക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. മാനുഫാക്ചറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് Q3 എന്ന് പറയുന്ന കാറ്റഗറിയുടെ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ അൺബ്രാൻഡഡ് ഐറ്റവും നമുക്കിതിൽ ചെയ്യാം. ഇതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതേപോലെ തന്നെയാണ് ബാക്കി നമുക്ക് പ്രൊഡക്റ്റ്, അതായത് ഈ പറയുന്ന Q1 Q2-ൽ കാറ്റലോഗ് ഉണ്ടാക്കാൻ OEM-ന് മാത്രമേ പറ്റുള്ളൂ, മാനുഫാക്ചർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ Q3-ൽ അങ്ങനെയല്ല. ആസ് എ റീസെല്ലർ എനിക്ക് വേണമെങ്കിലും ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ സ്പെസിഫിക്കേഷൻ, അതായത് ജെമ്മിലുള്ള സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുമെങ്കിൽ എനിക്കത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, Q4 എന്ന് പറയുന്നത് കുറച്ച് പ്രൊഡക്റ്റുകൾ, അതായത് അത്ര വലിയ പ്രശ്നങ്ങളല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ പറയുവാണെങ്കിൽ നമുക്കൊരു പേപ്പർ പേപ്പർ അടിച്ചു കഴിഞ്ഞാൽ, PH പേപ്പർ, ഗ്രാഫ് പേപ്പർ, ഇതെല്ലാം Q4 കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും അൺബ്രാൻഡഡ് ആയിരിക്കും. അതായത് അതിനകത്ത് ബ്രാൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു നിർബന്ധമൊന്നുമല്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, അതായത് ഗവൺമെൻറ്റിലേക്ക് മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് അരിച്ചാക്ക് വരെ ഗവൺമെൻറ് ജമ്മു വഴി മേടിക്കുന്നുണ്ട്. ആൾക്കാർ, അതായത് എന്തൊരു പ്രൊഡക്റ്റ്, പേന, പേപ്പർ, നമുക്കിത് അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്കിത് ഇവിടെ നമുക്ക് അടിച്ചു നോക്കുമ്പോൾ പെൻ, ഇപ്പോൾ കാണിച്ചു തരാം. ഹൈലൈറ്റർ പെൻ, സ്കെച്ച് പെൻ, പെൻ, എല്ലാ സാധനങ്ങളും, അതായത് ഒട്ടുമിക്ക എന്തൊരു സാധനവും, ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഗവൺമെൻറ്റിൽ ഇത് മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. Q4 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. നമുക്ക് റീസെല്ലറായിട്ട് നമുക്കതിനെ അൺബ്രാൻഡഡ് ആയിട്ടോ എന്ത് വേണമെങ്കിൽ, മീൻസ് അൺബ്രാൻഡഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോളിസിയാണ്. അപ്പോൾ ഈവൻ നമ്മൾ ഈ Q1 Q2 Q3 Q4 എന്നുള്ള കാര്യം ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ തന്നെ നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ്, ഇപ്പോൾ എന്നോട് വിളിച്ചു ചോദിക്കുന്ന പല ആൾക്കാരോടും ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുക ഈ പറയുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു പേന എനിക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഒരു മിനിറ്റ്, ഒരാൾ ചാറ്റ്.
ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബ്രാൻഡഡ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇതിലാണ്. അതായത് നമ്മളിവിടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തത് ഏത് ക്വാഡ്രൻറ്റിലാണ് എൻ്റെ പ്രൊഡക്റ്റ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ Q1 Q2 ഇപ്പം ഞാൻ മാനുഫാക്ചർ ആണ്, പക്ഷേ അസസ് ചെയ്തിട്ടില്ല. ആസ് എ റീസെല്ലർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് അറിയണം, എൻ്റെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ Q1 Q2 വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. Q3 വരുന്നതാണെങ്കിൽ ചെയ്യാം, Q4 വരുന്നതാണെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം അസസ് ചെയ്യേണ്ടത് ഒരു ബിഡ് വരുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഇപ്പോൾ Q2 ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇപ്പോൾ AC വന്നു, എനിക്ക് വോൾട്ടാസിൻ്റെ ഇല്ല അല്ലെങ്കിൽ വേൾപൂളിൻ്റെ ഇല്ല. വോൾട്ടാസ് തരാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ആ ബിഡ് ചെയ്യാം, പക്ഷേ തരാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. Q3 എനിക്ക് അൺബ്രാൻഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ആ സാധനം എനിക്ക് വിൽക്കാൻ പറ്റും, റീസെലറായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാം. അപ്പോൾ Q3 ചെയ്യാം. Q4 അൺബ്രാൻഡഡ് ആയിട്ട് ചെയ്യാം, എനിക്ക് ഒരു ട്രേഡ് മാർക്കും ഇല്ലെങ്കിൽ പോലും എനിക്ക് ചെയ്യാം. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും എനിക്ക് വിൽക്കാം, ശരിയല്ലേ? പക്ഷേ അതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം കീപ്പ് ചെയ്താൽ നമുക്ക് എന്തൊരു പ്രൊഡക്റ്റും നമുക്ക് ജമ്മു വഴി വിൽക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് പോളിസീസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് Q4 Q1 Q2 Q3 Q4 ഇതെല്ലാം പോളിസീസ് വരുന്നുണ്ട്. ഇനി ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രൊക്യൂർമെൻറ്റ്, അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്സ് ആണ് ഈ ജമ്മു വഴി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് 3 ടൈപ്പ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ആണ് ജമ്മു വഴി ഗവൺമെൻറ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് പർച്ചേസ്, അതായത് 50,000 വരെയുള്ള പർച്ചേസ് ഇവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മേടിക്കാം. ബിഡ് വേണമെങ്കിൽ ബിഡ് ചെയ്യാം. ബിഡിന് ചെയ്യണതിന് ഇപ്പോൾ 1000 രൂപയുടെ പ്രൊഡക്റ്റും ബിഡായിട്ട് മേടിക്കാം, ഡയറക്റ്റ് പർച്ചേസ് ആയിട്ടും മേടിക്കാം. പക്ഷേ ഡയറക്റ്റ് പർച്ചേസിൽ 50,000 രൂപ വരെ ഗവൺമെൻറ്റിന് മേടിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു പേന വിൽക്കണം, എനിക്കൊരു 100 പീസ് വിൽക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു 500 പീസ് വിൽക്കണം. ഈ 500 പീസിനെ 10 രൂപ വെച്ചിട്ട് വെക്കുമ്പോഴത്തേക്ക് എത്രയായി? 5,000 റുപ്പീസ് ആയുള്ളൂ. ഈ 5,000 റുപ്പീസിന് വേണ്ടി ബിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ബിഡ് ചെയ്യുക, അതൊക്കെ ഒരു വലിയൊരു പ്രോസസ്സല്ലേ. അപ്പോൾ അതിന് പകരം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക, അതായത് നമ്മൾ ആമസോണിൽ ഇരുന്ന് മേടിക്കുന്ന പോലെ ബയ്യർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റാണ് 50,000. അതായത് 50,000 വരെയുള്ള പർച്ചേസ് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു കമ്പാരിസൺ ഒന്നുമില്ല. അതായത് ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിന് 27,000 രൂപയാണ് ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റ് 29,000 രൂപയാണ്. പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റാണ് ഗവൺമെൻറ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാം. എന്നെക്കാളും പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അതാണ് 50,000 രൂപ വരെ കമ്പാരിസൺ ഇല്ല. പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ആസ് എ റീസെല്ലർ അല്ലെങ്കിൽ ഞാൻ മാനുഫാക്ചറായിട്ട് അസസ് ചെയ്യുക, അല്ലെങ്കിൽ Q3 പ്രൊഡക്റ്റ് എനിക്ക് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് ആ സാധനം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യിക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ രണ്ടാമത്തെ കാര്യം, 50,000 മേളിൽ പോയി എന്ത് ചെയ്യും? 50,000 മേളിൽ പോയി കഴിഞ്ഞാൽ L1 കമ്പാരിസൺ, അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസിൽ തന്നെ L1 കമ്പാരിസൺ ആണ്. 10 ലക്ഷം രൂപ വരെ, അതായത് 51,000 രൂപയായി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില, അല്ലെങ്കിൽ 9,50,000 രൂപയായി. അപ്പോൾ ഇവർക്ക് കമ്പാരിസൺ ചെയ്തിട്ട് ഇവർക്ക് പർച്ചേസ് ചെയ്യാം. അതായത് അപ്പോൾ ബിഡ് ചെയ്യില്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനോട് സാമ്യമുള്ള പ്രൊഡക്റ്റുകൾ വേറെയും ഇതിനകത്തുണ്ട്. അതായത് ഡിഫറെൻറ്റ് OEM, ഇപ്പം ഞാൻ വേൾപൂള്, വോൾട്ടാസ്, വേറൊരു ബ്രാൻഡ് ലോയിഡ്, ഓക്കെ, ഇവർ 3 പേരും ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ AC 1 ടൺ വിൽക്കുവാണ്, ഞാൻ ലോയിഡാണ് വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 8 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ലോയിഡ് എന്ന് പറഞ്ഞാൽ AC 1 ടൺ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ AC ഞാൻ കൊടുക്കുന്ന പ്രൈസാണ് L1 എങ്കിൽ, അതായത് L1 എങ്കിൽ എനിക്ക് 9 ലക്ഷത്തിന് വന്നു. എൻ്റെ അപ്പുറത്തുള്ള കോമ്പറ്റേറ്റർക്ക് അത് 9,20,000, L3 അയാൾക്ക് 9,50,000 ആണെങ്കിൽ ആ ഓർഡർ എനിക്ക് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാം. ആസ് പെർ കമ്പാരിസൺ ചെയ്തിട്ട് ഞാൻ L1 ആവുന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് ഓർഡർ എനിക്ക് പ്ലേസ് ചെയ്യാം. അതാണ് ഡയറക്റ്റ് പർച്ചേസ് L1 കമ്പാരിസൺ അപ് ടു 10 lakh. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് പർച്ചേസിൽ തന്നെ 2 മോഡാണ്. ഒന്ന് 50,000 വരെ കമ്പാരിസൺ ഒന്നും വേണ്ട, നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേടിക്കാം. ഓക്കെ. രണ്ടാമത്തത് കമ്പാരിസൺ ചെയ്യണം. അതായത് 50,000 മേളിലാണെങ്കിൽ ഗവൺമെൻറ്റിനൊരു ഇതുണ്ടല്ലോ, അതായത് പാർഷ്യാലിറ്റി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ L1 അയൽക്കാർക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് കമ്പാരിസൺ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ നമുക്ക് കമ്പയർ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റാണ് L1 എന്ന് ഷോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് 10 ലക്ഷം രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യാം. സോറി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്, അതായത് മോഡ് ഓഫ് ഇതാണ് ബിഡിങ് എന്ന് പറയുന്നത്. ബിഡിങ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അതായത് 10 ലക്ഷം രൂപ മേളിൽ, അതായത് ഒരു പ്രൊഡക്റ്റിന് 10 ലക്ഷം രൂപയുടെ മേളിലാണ് വരുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ മേളിലാണ് പ്രൊഡക്റ്റ് വരുന്നതെങ്കിൽ അത് ബിഡ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ ഡയറക്റ്റ് പർച്ചേസോ, അതായത് കമ്പാരിസൺ പർച്ചേസോ, കമ്പാരിസണായിട്ട് ചെയ്ത് പർച്ചേസോ, അല്ലെങ്കിൽ ഡയറക്റ്റ് 50,000 പർച്ചേസോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാൻഡേറ്ററി ബിഡ് ചെയ്യണം. പക്ഷേ 1000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കാനും ഗവൺമെൻറ്റിന് ബിഡ് ചെയ്യാം,
പക്ഷേ 10 ലക്ഷം രൂപ മേളിലുള്ളതിന് ബിഡ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതിൽ കമ്പാരിസൺ ഒന്നുമില്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് ബിഡ് ഡോക്യുമെൻ്റ് ഇടും. ആ ബിഡ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ 3 ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ് മോഡ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജമ്മു വഴി ബയ്യർ മേടിക്കുന്ന ടൈപ്പ് ഓഫ് രീതി. അതായത് പലരും എങ്ങനെയാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ് ടു 10 lakhs നമുക്ക് ഡയറക്റ്റ് പർച്ചേസ്, അതായത് നമുക്ക് ബിഡൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി ഓർഡർ എടുത്ത് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. അതായത് ഒരു ബയ്യറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് സംസാരിച്ച് നമ്മൾ റെഡി ആവുകയാണ്, അവരുടെ റേറ്റും നമ്മുടെ റേറ്റും റെഡി ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൊക്യൂർമെൻറ്റ് മോഡ്സ്, അതായത് ഡയറക്റ്റ് പർച്ചേസ് എങ്ങനെ ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ ഈ പർച്ചേസിൽ തന്നെ ബിഡിങ് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്. അതായത് ചില ബിഡുകളിൽ ഓപ്ഷൻ വരും. എൻ്റെ ക്ലയൻസിന് പലർക്കും അറിയായിരിക്കും, നമ്മൾ ഓപ്ഷൻ വരും. അതായത് ബിഡ് കഴിഞ്ഞ് നമ്മൾ L1 ആയി കഴിഞ്ഞാൽ ആ ബിഡിൻ്റെ കവറിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും ഓപ്ഷൻ ഉണ്ട്, ഈ ബിഡ് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു റൂളൊക്കെ ഉണ്ടാവും, ആരെ പുറത്താക്കും, ആരെ ഓപ്ഷന് കയറ്റുന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു സത്യം പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ L1 ആണെങ്കിലും അടുത്തൊരാൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വീണ്ടും അതിനകത്ത് റേറ്റ് താത്താനായിട്ട്. പക്ഷേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ L2 ആയിപ്പോയി അല്ലെങ്കിൽ L3 ആയിപ്പോയി, എനിക്ക് വീണ്ടും ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് L1 എന്ന് പറയുന്ന പ്രൈസ് 1,00,000ആണ്, എൻ്റെ 1,02,000 രൂപയാണ്. പക്ഷേ എനിക്ക് 1,98,000 രൂപ വരെയൊക്കെ ചെയ്യായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വീണ്ടും റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. എനിക്ക് അതായത് ഇപ്പോൾ ഓപ്ഷൻ ബിഡ് വന്നു, വീണു, എനിക്ക് പക്ഷേ L1 ആയില്ല, എൻ്റെ നിന്ന് ബിഡ് പോയി. അപ്പോൾ എനിക്ക് അതൊരു നെഗറ്റീവാണ്. പക്ഷേ പോസിറ്റീവ് എന്ന് പറയുന്നത്, എനിക്കൊരു ചാൻസും കൂടി കിട്ടുക ആ ബിഡിൽ ഒന്നും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് റേറ്റ് താത്തി അവരായിട്ട് നെഗോസിയേഷൻ പറഞ്ഞ്, അതായത് നെഗോസിയേഷൻ അല്ല, റിവേഴ്സ് ഓപ്ഷൻ പുറകോട്ട് വിളിച്ച് എനിക്ക് ബിഡ് കിട്ടുമെങ്കിൽ ബെറ്റർ. അപ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആ ഒരു ഹയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ 3 തരം പർച്ചേസ് വഴിയാണ് നമ്മൾ മേടിക്കുന്നത്. ഡയറക്റ്റ് പർച്ചേസ് എന്നുള്ളത് 2 തരമുണ്ട്. 50,000 വരെ ഒരു അവർക്ക് കമ്പയർ ചെയ്യാതെ പർച്ചേസ് ചെയ്യാം. അതേപോലെ 10 ലക്ഷം രൂപ വരെ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാം. ബിഡ് വഴി അവർക്ക് ഏതിരണവും പർച്ചേസ് ചെയ്യാം. ബിഡ് കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻ വരുന്നത്. ബിഡ് ഇല്ലാതെ ഓപ്ഷൻ മാത്രമായിട്ട് ഒരു ഐറ്റം വിളിക്കുന്നില്ല. അത് അല്ലാതെ വിളിക്കുന്നത് ഫോർവേഡ് ഓപ്ഷനാണ്. അത് സ്ക്രാപ്പിൻ്റെയൊക്കെയാണ്. അല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റ് വിളിക്കുന്നത് എപ്പോഴും ബിഡിനോടനുബന്ധിച്ചായിരിക്കും ഓപ്ഷൻ വരിക. അതായത് ബിഡിനകത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്ഷൻ. അപ്പോൾ അതൊരു നല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഭയങ്കര ഹയർ ഓപ്പർച്യൂണിറ്റി. ആസ് എ സെല്ലർ നമ്മളടുത്ത് ഇപ്പോൾ ഒരു ബിഡ് കിട്ടി, നമ്മളോടൊന്ന് നെഗോസിയേഷൻ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ പറയും പറ്റില്ല, 1 രൂപ ഞാൻ കുറയ്ക്കില്ല എന്ന് പറയും. പക്ഷേ L1 അതായത് ഓപ്ഷനിൽ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ എൻ്റെ ക്ലയൻസ് ഇവിടെ ഇരുന്ന് അവർക്കറിയാം, ഇപ്പോൾ എന്നോടൊരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, മാഡം നമ്മുടെ ടാർഗറ്റായി നിർത്തട്ടെ, നിർത്തണ്ട, വീണ്ടും വിളിച്ചോ, താഴോട്ട് വിളിക്കാൻ പറയും. അപ്പോൾ മാഡം ചിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റാണ്. കാരണം അവർക്ക് ആരുടെയും കാല് പിടിക്കണ്ട നെഗോസിയേഷന് വേണ്ടി. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു എക്സ്ട്രീം ലെവൽ എവിടം വരെ പോവാം, അത് ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു ബെനിഫിറ്റ് ഞാൻ പറയുവാണെങ്കിൽ, നമുക്ക് ബിഡ് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻ ഉള്ളതിൽ നമ്മുടെ എമൗണ്ട് അടിച്ച് താത്തി അൾട്ടിമേറ്റ് ചീപ്പിലേക്ക് കൊണ്ടിടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓപ്ഷനിൽ പങ്കെടുക്കാൻ ഒരു സമയമുണ്ടല്ലോ, അന്നേരം ആലോചിക്കാം. അതായത് നമ്മളിപ്പോൾ ചില ബിഡ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് പ്രൈസിലേക്ക് കൊണ്ടിടും. പക്ഷെ പൊട്ടിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടേതിനേക്കാളും ഭയങ്കര ഹയറിലാണ് L2 പോയേക്കണേ. അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നും. പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ ഉള്ളതിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ലീസ്റ്റ് പ്രൈസ് ഒന്നും കൊണ്ട് ഇടേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ബിഡ് ഓപ്ഷനിലേക്ക് വരാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അതിനകത്ത് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിനെസ് ആയിട്ട്, അതായത് ഓപ്ഷനിൽ പങ്കെടുത്തിട്ടാണെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ പറയുന്ന ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ സെല്ലർക്ക് ബെനിഫിറ്റും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. നമുക്ക് കയ്യിൽ നിന്ന് പോയ പല ടെൻഡറുകളും, പോയി എന്ന് തോന്നിയ പല ടെൻഡറുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ജെമ്മിനെക്കുറിച്ചുള്ളൊരു ഇൻ്റർഫേസ്. അപ്പോൾ എത്രത്തോളം ആൾക്കാർ, നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കൊരു ഐഡിയ നമുക്കിത് കഴിയുമ്പോൾ സംസാരിക്കാം. പക്ഷേ ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിക്കും നമ്മൾ എൻ്റെ ഒരു
ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്ന് ഒരാളെ പോലും പോയി വിസിറ്റ് ചെയ്യാതെ ഒരു ഓഫീസിൽ പോയി വിസിറ്റ് ചെയ്യാതെ നമുക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഞാൻ പറഞ്ഞല്ലോ ഡ്രോപ്പ് ഷിപ്പിംഗ് റീസെല്ലേഴ്സിന് ഇപ്പോൾ ഞാനൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഞാനൊന്നും റീസെല് ചെയ്യുന്നുമില്ല, ഞാനൊരു റീസെല്ലറും അല്ല, ഞാനൊരു കടയില്ല, എനിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊന്നും ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഡയറക്റ്റ് പർച്ചേസിലൊക്കെ റീസെല്ലറായിട്ട് ചെയ്ത് എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് ഇതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ജെമ്മിനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് പറഞ്ഞു, ജെം എങ്ങനെ, അതായത് സെല്ലർ ജേണി എന്താണ്, മാനുഫാക്ചർ ജേണി എന്താണ്, റീസെല്ലറിൻ്റെ ജേണി എങ്ങനെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ക്വാഡ്രൻ പോളിസീസ് ജസ്റ്റ് പറഞ്ഞു, അതുപോലെ എന്താണ് പർച്ചേസ് പ്രൊക്യൂർമെൻ്റ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് എന്തുകൊണ്ട് മലയാളീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ കുറവ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കുറവായതുകൊണ്ടാവാം. ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പലയിടത്തും ട്രാവൽ ചെയ്ത് പലയിടത്തും പലരോടും ചോദിച്ച് പല കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും എല്ലാ വീഡിയോസും ഒറിജിനലൊന്നും അല്ല, പലരും അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ യൂട്യൂബിലെ വീഡിയോസും ഒന്നും പെർഫെക്റ്റ് അല്ല, അത് നിങ്ങൾക്ക് കുറച്ച് അതിനകത്ത് പ്രൊഫിഷ്യൻ്റ് ആകുമ്പോൾ മനസ്സിലാവും അതൊന്നും അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ജെമ്മിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, ഇപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ജെമ്മിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം? ഒന്ന്, രണ്ട് രീതി, മൂന്ന് രീതികൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്ന്, ജെമ്മു വഴി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ജെമ്മു വഴി പഠിക്കാൻ രണ്ട് ഓപ്ഷനുണ്ട്. അത് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ജെമ്മിലുണ്ട്, അതുപോലെ ട്രെയിനിങ് മൊഡ്യൂളുണ്ട്. മൂന്ന്, ഞങ്ങൾ ട്രെയിനിങ് ആസ് എ ജോസഫ് ഫാൻസ് ഫ്രം ജോസഫ് ഫാൻസ് നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രെയിനിങ് ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽസിന് വേണ്ടി നമ്മൾ കോൺഫറൻസ് റൂം ബുക്ക് ചെയ്ത് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പലരും ട്രെയിനിങ് കഴിയുമ്പോൾ എന്നോട് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ആദ്യം ഞാൻ എൻ്റെ ട്രെയിനിങ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഗവൺമെൻറ് എന്ത് നിങ്ങൾക്ക് തരുന്നു, ഫ്രീ ആയിട്ട് എന്ത് തരുന്നു എന്നുള്ളത് ആദ്യം കാണിക്കാം. അതായത് ഗവൺമെൻറ് ജെം ഇ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഏതൊരാൾക്കും അക്സസ് ചെയ്യാം, ഫ്രീ ആണ്, ഇ ലേണിംഗ് ആണ്. ഇത് ഇൻട്രാക്റ്റീവ് കോഴ്സാണ്. ഇത് സെല്ലർ ജേണിയിൽ നമ്മളിവിടെ കോഴ്സ് എടുക്കാം, നമുക്കിവിടെ സൈനപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കോഴ്സുകൾ ഇവിടെയുണ്ട്. അത് ഇൻട്രാക്റ്റീവായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ ജെമ്മിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ജെമ്മിൻ്റെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് നമുക്ക് അതിനുള്ളൊരു ഓപ്ഷനുണ്ട്, അതായത് ഇൻ്ററാക്റ്റീവ് ട്രെയിനിങ് കോഴ്സ്. ഓക്കെ, അതേപോലെ ഏറ്റവും മേളിലും ഇവിടെ ഒരു ഓപ്ഷനുണ്ട് ഇൻ്ററാക്റ്റീവ് ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സെല്ലർ ജേണി വരും. ഈ സെല്ലർ ജേണി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എന്താണ് ജെം. അത് ഫ്രീ ആണ്, ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് സെല്ലർ ജേണി എന്നുള്ളത്. ഇതിൽ നമുക്ക് ഇപ്പോൾ ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർക്കും അല്ലെങ്കിൽ ജെമ്മിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും സെല്ലർ ജേണി വഴി നമുക്ക് ഒരു ലോഗിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു സെല്ലർ ജേണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് സെല്ലേഴ്സിനുള്ള ട്രെയിനിങ്സ് ഗവൺമെൻറ് ഇൻട്രാക്ടിവിറ്റി അതിൽ ആരും നമ്മളെ പഠിപ്പിക്കില്ല. ഗവൺമെൻറ് അതിനുവേണ്ടി കുറച്ച് ഓട്ടോമേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ പഠിക്കുന്നത് കോഴ്സായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് മൊഡ്യൂൾസ് നമുക്ക് എവിടെ കിട്ടും എന്നുള്ളതാണ്. അതും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ജെം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ത്തു വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെല്ലർ ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോന്നിലും ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ കാറ്റലോഗ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം ഇവിടെ PDF ഓരോന്നും ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ നമുക്ക് PDF കാണാൻ പറ്റും. ഇത് ഡൗൺലോഡബിൾ അല്ല. പല ആൾക്കാരും ഇത് ഡൗൺലോഡ് ചെയ്ത് സ്വന്തം കൺസൾട്ടന്മാർ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ ഇതാന്ന് പറഞ്ഞ് കാണിക്കുന്നതുകൊണ്ടാവാം. പണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് എൻ്റെ ഒരു ഇതല്ല, അതായത് എൻ്റെ ഒരു PPTയോ പ്രസൻറ്റേഷനോ ഇതല്ല. എൻ്റെ പ്രസൻറ്റേഷൻ എന്നുള്ളത് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്രസൻറ്റേഷൻസും ഗവൺമെൻറ് സെല്ലേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രസൻറ്റേഷൻസ് ആണ്. അപ്പോൾ രണ്ട് രീതി നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതായത് ജെം ഇ ലേണിംഗ് വഴി നിങ്ങൾക്ക് ചെയ്യാം, മൊഡ്യൂൾ വഴി നിങ്ങൾക്ക് പഠിക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക, ഞങ്ങളുടെ ട്രെയിനിങ്സ് നിങ്ങൾ എടുക്കുക. അതുവഴി നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആവും. അതായത് അറ്റ്ലീസ്റ്റ്
നമുക്ക് എന്താ പറയുക, ഇത് സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്തൊരു ബേസിക് ഐഡിയ, അതായത് ഒരു ബയ്യറായിട്ട് ഗവൺമെൻറ് ആളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റണമല്ലോ എനിക്കിത് തരാൻ പറ്റും. ഇപ്പോൾ Q1 പ്രൊഡക്റ്റ് ആണെങ്കിൽ പറ്റില്ല, Q2 പ്രൊഡക്റ്റ് ആണെങ്കിൽ സാർ ഞാൻ നോക്കട്ടെ, കാരണം എനിക്ക് ഓതറൈസേഷൻ കിട്ടുമോ എന്ന് നോക്കട്ടെ, Q3 ആണെങ്കിൽ പറ്റും. ആ മൊമെൻറ്റിൽ എനിക്കത് പറയാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ അതെനിക്ക് എങ്ങനെ ചെയ്യാം അതെന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായി അതിനെക്കുറിച്ച് നമ്മളത് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഞാനത് കാണിക്കാം. നമ്മുടെ ട്രെയിനിങ് സിലബസ് എന്താണെന്നുള്ളത് കാണിക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വിസിബിൾ ആണ്. ഓക്കെ, നമ്മുടെ സിലബസ് ഇതാണ്. ഓക്കെ, ട്രെയിനിങ് സെഷൻസ് നമ്മൾ ഫണ്ടമെൻ്റൽസ് ആദ്യം പറയും, അതായത് ബേസിക് ടെൻഡറിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ലിമിറ്റഡ് എന്താണ്, ഡയറക്റ്റ് പർച്ചേസ് എന്താണ്, അതേപോലെ എന്തൊക്കെയാണ് ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജെം പ്രൊഫൈലിൽ എങ്ങനെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആക്കണം, കുറച്ചും കൂടി പ്രൊയാക്റ്റീവ് ആക്കണം, അതേപോലെ കാറ്റലോഗ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, കാറ്റലോഗ് എന്തൊക്കെ രീതിയിൽ ആഡ് ചെയ്യാം, പല രീതിയുണ്ട് കാറ്റലോഗ് ആഡ് ചെയ്യാൻ. ഈസിനെസ് ഉണ്ട്, അത് ഈസി ആയിട്ട് ആഡ് ചെയ്യാം, അതേപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാം, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കാം, അതെല്ലാം നമ്മൾ പഠിപ്പിക്കും. അതുപോലെ നമുക്ക് ജെമ്മിൽ സെർച്ച് ചെയ്യുന്നത് എങ്ങനെ, അതായത് ജെമ്മിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജെമ്മിൽ അങ്ങനെ സെർച്ച് ചെയ്യുക എന്നുള്ളത്. കാരണം ജെമ്മിൽ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വന്ന് ബിഡൊക്കെ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ചെയർ സെർച്ച് ചെയ്തു, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 505 പ്രൊഡക്റ്റുകളാണ് ചെയറിൽ കാണിക്കുന്നത്. ഈ 505 പ്രൊഡക്റ്റ് നോക്കണ സമയമുണ്ടെങ്കിൽ നമ്മളൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്യാനായിട്ട് ജെമ്മിൽ അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ നമ്മളത് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ജെമ്മ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ബിഡ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പഠിപ്പിക്കും. അങ്ങനെയുള്ള സെർച്ച് ടെൻഡറിങ് ട്രിക്സ്, അതേപോലെ സെർച്ച് ചെയ്ത് എങ്ങനെ നമുക്കിതിനെ എഫക്റ്റീവായിട്ട് ഇതിനകത്ത് കൊണ്ടു നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എങ്ങനെ ബിഡ് ചെയ്യും, ബിഡ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ബിഡ് ചെയ്യിക്കും. അത് പല ടൈപ്പ് ഓഫ് ബിഡ്സ്, അതായത് പല ടൈപ്പ് ഓഫ് ബിഡ്സ് ഉണ്ട്. BOQ ബിഡ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ബിഡ് ഉണ്ട്, കസ്റ്റം ബിഡ് ഉണ്ട്, സർവീസ് ബിഡ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബിഡ്സ് ഉണ്ട്. ഈ ടൈപ്പുകൾ എങ്ങനെ ബിഡ് ചെയ്യാം അതെല്ലാം നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അല്ല, എങ്ങനെ എക്സംഷൻസ് എടുക്കാം, EMD എക്സംഷൻസ് എങ്ങനെ എടുക്കാം, ബിഡ് ഒരെണ്ണം ഇട്ടു നമുക്ക് എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണ്, വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. അതുപോലെ ഡയറക്റ്റ് പർച്ചേസിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബയ്യറിനെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യിക്കാം, അതിനുള്ള ട്രിക്ക് എന്തൊക്കെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ അവരെ കൊണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റാണെന്ന് എങ്ങനെ ഉറപ്പ് വരുത്താം, അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തായിരുന്നെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റാണെന്ന് അവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കും അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. അതെങ്ങനെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് അവർ പർച്ചേസ് ചെയ്യുന്നതിന് എങ്ങനെയാണ്, അതായത് ബയ്യറെ ബ്ലൈൻഡ് ആയിട്ട് നിന്നിട്ടാണ് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ഓർഡർ ഇട്ട് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പേരിലാണ് ഈ ഓർഡർ പോയതെന്ന് ബയ്യർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അതിന് മുന്നേ ഇതെങ്ങനെ നമുക്ക് അവരെ കൊണ്ട് മനസ്സിലാക്കിക്കാം എൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, എങ്ങനെ കമ്പാരിസൺ ചെയ്യാം. ഇപ്പോൾ ബയ്യർക്ക് അറിയില്ല ഇത് കമ്പാരിസൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ബയ്യർക്ക് അറിയില്ല, നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യിക്കാം, നമ്മൾ അവരെ കൊണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കും. അതുപോലെ മാനേജിങ് ഓഫ് ഓർഡേഴ്സ്, അതായത് ഒരു ഓർഡർ കിട്ടി, പിന്നെ നമ്മളെങ്ങനെ ഓർഡർ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അതിൻ്റെ കംപ്ലയിൻസസ് എങ്ങനെ, എനിക്കിപ്പോൾ പേയ്മെൻറ്റ് തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഓർഡർ അവരെടുത്തിട്ട് ക്യാൻസൽ ചെയ്തു, അങ്ങനെയുള്ള ഇഷ്യൂസ് എങ്ങനെ ഇതിനകത്ത് കൂടെ റിസോൾവ് ചെയ്യാം, എങ്ങനെ ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻസിഡൻറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു Q&A ഉണ്ട് ട്രെയിനിങ് സെഷനിൽ. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളെ കുറച്ച് നാളുകളോളം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഡർ ഞാൻ ചെയ്തു തരുന്നല്ല കേട്ടോ, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്തെന്നല്ല, നിങ്ങളെ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ചെയ്യിക്കുള്ളൂ. ഞാനൊരു പ്രൊഡക്റ്റും ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളവർ ആഡ് ചെയ്യാറില്ല. അങ്ങനെ ആഡ് ചെയ്യുന്ന പറയുന്നത് ഞാൻ പറയാറുണ്ട്, ഞാൻ അതിന് സർവീസ് ചാർജ് ഈടാക്കും. കാരണം അതിലൊരു അർത്ഥമില്ലല്ലോ, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ബെനിഫിറ്റ്. നിങ്ങൾക്കും ബെനിഫിറ്റ്, എനിക്കും ബെനിഫിറ്റ്. അപ്പം അതിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു അത് ആരാ പറയുക, അതായത് ഗവൺമെൻറ് എന്നായതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ആരെയും നമ്മളെ പഠിപ്പിക്കില്ല, അവർ കാണിച്ചിരിക്കുന്നത് വായിച്ച് നമ്മൾ തന്നെ പഠിക്കണം. പക്ഷെ നമ്മളേൽ അങ്ങനെയല്ല, നമ്മളിത് പറഞ്ഞ് തന്ന് പഠിപ്പിച്ച് നിങ്ങളെ ഇതിനകത്ത് പ്രൊഫിഷ്യൻ്റ് ആക്കുകയാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ജെമ്മിനെക്കുറിച്ച് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഇതിനകത്ത് ഇനി നിങ്ങളുടെ സംശയങ്ങൾ കുറച്ച് നേരം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മിനിറ്റ്.
ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ സ്ക്രീൻ കാണാം അല്ലേ? ഓക്കെ, നമ്മുടെ സർവീസസ് ഇനി അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ Q&Aയിലേക്ക് പോവാം. നമ്മുടെ സർവീസസ്, അതായത് നമ്മൾ ജം രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ്, അഡീഷൻ, ബ്രാൻഡിങ്, ബിഡ് ആർ എ പാർട്ടിസിപ്പേഷൻസ്, ഡയറക്റ്റ് പർച്ചേസ് ഓർ L1 കമ്പാരിസൺ പർച്ചേസ്, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. OEM പാനൽ ഹാൻഡിൽ എങ്ങനെ ചെയ്യണം, അതുപോലെ റീസെല്ലർ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, വെണ്ടർ അസസ്മെൻറ്റ് എക്സംഷൻ, വെണ്ടർ അസസ്മെൻറ്റ് പ്രോസസ്, അതേപോലെ ജെം ട്രെയിനിങ് ഫോർ സെല്ലേഴ്സ്. നമ്മുടെ സെല്ലേഴ്സിന്, അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ സർവീസുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരാൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. വിത്ത് ഫീസാണ്, ഫ്രീ ആയിട്ടല്ല. അത് നമ്മൾ പറയട്ടെ. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഫീസ് കൊടുത്താണ് ഫീസ് മേടിച്ചാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രൊഫഷൻ്റ് ആയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസസ് എല്ലാം ചെയ്യുന്നത്. അതായത് ജെമ്മിൽ എല്ലാ സർവീസുകളും, അതായത് ജെമ്മിലുള്ള ഏതൊരു സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ എൻ്റെ പേര് വീണ്ടും ഞാൻ പറയുകയാണ്, നിതിൻ ജോസഫ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. എൻ്റെ പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ് എൻ്റെ മെയിൻ ഫോക്കസ്. പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ എനിക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. PMI എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് എനിക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. PMB എന്നുള്ള സർട്ടിഫിക്കേഷനാണ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ. എൻ്റെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് അമ്പലമുകൾ BPCL കൊച്ചിൻ റിഫൈനറിയുടെ മെയിൻ ഗേറ്റിന് മുമ്പിൽ തന്നെ TPR ബിസിനസ് പ്ലാസ എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ് ചെയ്യുന്നത്. നമുക്ക് ചില സമയത്ത് വിളിച്ചാൽ കിട്ടാറില്ല. അത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അപ്പോൾ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരാം. അപ്പോൾ ഓരോരുത്തരായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവായിട്ട് ഈ സെക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാവർക്കും എനേബിൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. മഞ്ജു മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ സെഷൻ ബെറ്റർ ആയിരുന്നോ? എങ്ങനെ, നിങ്ങൾക്കൊരു ഇതിനകത്തൊരു ഐഡിയ കിട്ടിയോ? വെരി വെരി മാർവലസ്. ഓക്കെ, മഞ്ജു മാഡം എൻ്റെ ഒരു ക്ലയൻ്റ് ആണ്. ഞാൻ 2 വർഷമായിട്ട് മഞ്ജു മാഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഫോണിൽ കൂടെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആൾ ഡിഫൻസിലാണ് കൂടുതലും സെയിൽ ചെയ്യുന്നത്. എൻ്റെ മെജോറിറ്റി ഓഫ് ക്ലയൻസ്, അതായത് ഞാനൊരു 170ഓളം ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതിൽ ഒരു 80% ക്ലയൻസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചധികം ഒരു 20% ക്ലയൻസിനെയാണ് നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. മേ ബി അടുത്ത വർഷങ്ങളിൽ മീറ്റപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പ്രസാദേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ അവസരം കിട്ടിയിട്ടില്ല, നമുക്ക് കാണാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ, ചോദിക്കാം. എന്തെങ്കിലും Q&A ആയിട്ട് മാഡം എല്ലാവരെയും കൊണ്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചൂടെ? ഓക്കെ, ഒരാൾ ആദ്യം ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഇപ്പോൾ നിലവിൽ Yeah, hi, Nitin. Jackson this side. താങ്ക് യു. You are from Karchar, right? Yes, I'm from Karcher. And first thing first, your webinar was very useful, and I feel Thank you. yeah, it was very useful. And second thing, I have one query actually. I represent a brand called Karcher. So see, it's a more strategic question, I would say. And No issue, you can yeah, have. Karcher is basically a German product, and in our industry, in a cleaning equipments, it's a most costly product. So I don't want, like in GEM, it works on a basis. So how we can place our products, and we can spread, and we can get results out of GEM, because out of after GEM, our business came 95% down. Yeah, actually, GEM business, when GEM arrives, market is just open, right? Because previously it was a limited tenders. I think you may get more tenders regarding this your industrial equipments. But right now it is
it is generalized, right? It become open. So everybody can participate in this one. This means if your product is in Q3 category or a Q4 category. So today morning we discussed about the vacuum cleaner. Vacuum cleaner is a Q3 product. So Karcher also can participate. Even an unbranded item in manufacturer who is manufacturing in Kerala or in India, he can also participate in even in unbranded. So market is a little bit open. Some have negatives for some big companies, but for positive side is manufacturers, small scale manufacturers also getting benefit that he can participate it well, right? Yeah. But so as a manufacturers, like you take an example of vacuum cleaners. So in vacuum cleaners also we are giving lots of specifications which other brands are not giving. But still there are no parameters which we can prove that in the gem. That's the one challenge I'm getting. So No, in GEM actually there are many products showcased in GEM, but it is not a mandatory one that is we need to showcase the same product. You can check the other products, means in same vacuum cleaner you will get the other specifications. Other maybe a party may be not included as a specification which you have, but you can add your specification in GEM. There is opportunity in that one. Okay, so you have a unique item, you can list it out as a unique. There is no issue. But what the thing is, people are only know about pairing and all, so that people think that only showcase the product, same product we can showcase our own product. Not like that. Okay. okay, fair enough. Yeah. Okay, someone else. വേറെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാട്ടോ. Hello. പറയൂ സാറേ. Can I speak? പറഞ്ഞോളൂ. See, I am from Tom Spice Private Limited, Changanasheri. Okay, Actually, പറഞ്ഞോളൂ സാറേ. we are yet to register in the GEM, in fact. സാർ മലയാളത്തിൽ പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളീസ് ആണ്. ഇപ്പൊ ഒരാൾ സംസാരിച്ച ആള് മാത്രം മലയാളി അല്ലാത്തുള്ളൂ, അതുകൊണ്ടാണ്. നമ്മൾ രജിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുമോ? നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്യാന്ന് വെച്ചു. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വിൽക്കാൻ വെച്ചേക്കോ, അല്ലെങ്കിൽ ഒരു AC വിൽക്കാൻ വെച്ചേക്കാണ്, 1 ടണ്ണിൻ്റെ AC വെച്ചേക്കാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അതായത് വോൾട്ടാസിൽ നിന്ന് ഇപ്പോൾ റീസെല്ലറാണ് സാർ, റീസെല്ലറാണെന്ന് ഇരിക്കട്ടെ, വോൾട്ടാസിൻ്റെ ഒരു 1 ടൺ AC ഞാൻ എനിക്ക് ഓതറൈസേഷൻ കിട്ടി, ഞാൻ റീസെല് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം മാത്രം, കോട്ടയം മാത്രം വിൽക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്തു. ആ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പേരിൽ എവിടെ ഒരു ബിഡ് വീണാലും, അതായത് നിങ്ങളുടെ ഇപ്പോൾ എറണാകുളമാണ് വെച്ചേക്കണം അല്ലെങ്കിൽ കേരളമാണ് വെച്ചേക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തൊരു ബിഡ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിലൊരു നോട്ടിഫിക്കേഷൻ വരും. യു ഹാവ് എ ബിഡ് നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ടൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ബിഡ് നമ്പർ കാണാൻ പറ്റും. ആ ബിഡ് നമ്പർ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വരിക. അതെ, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഓക്കെ, സാറിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? PVC pipes, SDP pipes, fittings. ഓക്കെ. HDP ഒക്കെ ആക്ച്വലി ഇപ്പോൾ നല്ല ബൂമുള്ള സമയമാണ്. അതായത് BPCL പോലത്തെ കമ്പനികളിലൊക്കെ ഇപ്പോൾ HDP ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ആസ് എ കൺസ്ട്രക്ഷൻ മെക്കാനിക്കലിലാണ്. എനിക്ക് കൂടുതലും റിഫൈനറീസ് അങ്ങനെയുള്ളവരായിട്ടാണ് കൂടുതലും എൻ്റെ ക്ലയൻസ്, അതായത് കൺസ്ട്രക്ഷനിലുള്ള ക്ലയൻസ്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ HDP, അതായത് BPCL ഇപ്പോൾ ചെയ്യുന്നത് HDP കോൺട്രാക്ട്സ് ഉണ്ട്. അതേപോലെ നമുക്ക് CPVC UPVCയുടെ കോൺട്രാക്ട്സ് ഉണ്ട്. അറിയാലോ, CPVCയുടെ വാൽവൊക്കെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് പോലും ചെയ്യുന്നില്ല. അതായത് PSN എനിക്കാണ് ആസ്ട്രാലാണ് ആകെ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്. CPVC UPVC അതിൽ അവരുടെ PS USA ആണ് വാൽവ് വരുന്നത്. അത് എനിക്ക് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. 4-5 വാൽവിന് എനിക്ക് തോന്നുന്നു UPVCക്ക് ഒരു 1.5 lakhs വരുമെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മുടെ മാനുഫാക്ചേഴ്സ് എന്തുകൊണ്ട് അതെനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഡയയുടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ നല്ലൊരു ബൂമുള്ളൊരു ഐറ്റമാണ്. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിരുന്നു ഈ സെഷൻ. വിൽ ബി കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈവൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത ആരെങ്കിലും? Hello, this is from Caris. സർ വിളി, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്നത് നമുക്ക് ഓൾറെഡി ബ്രാൻഡ് രജിസ്റ്റേർഡ് ആണ്, അതിന്റെ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റും ഉണ്ട്.
ഓക്കെ ബട്ട് അത് യൂണിവേഴ്സൽ കാറ്റഗറിയുടെ അണ്ടറിലായിരുന്നു. നേരത്തെ യൂണിവേഴ്സൽ കാറ്റഗറിയുടെ അണ്ടറിൽ അത് ബ്രാൻഡ് രജിസ്റ്റേർഡ് ആണെങ്കിലും അത് ജെമ്മില് അപ്ലോഡ് ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഐ മീൻ ആ ബ്രാൻഡ് ഓൾറെഡി നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ അല്ലാത്ത ഒരു കാറ്റഗറിയിൽ നമ്മൾ ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ കാറ്റഗറിയിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഇത് വരുന്നുണ്ട് ജെമ്മില്. പക്ഷേ യൂണിവേഴ്സൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അൺബ്രാൻഡ് ആയിട്ടും ചെയ്യാം, അതിൽ ആ പ്രശ്നമില്ലല്ലോ. അൺബ്രാൻഡായിട്ട് ചെയ്യാം. ഓക്കെ ബട്ട് എനിക്ക് എന്റെ ബ്രാൻഡ് കൊടുക്കണമല്ലോ, എന്റെ ബ്രാൻഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് കൊടുക്കണമെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് അവരൊരു യൂണിവേഴ്സൽ കാറ്റലോഗ് അല്ലെ ബേസ്ഡ് ബിഡ് ഇടുമ്പോഴത്തേക്ക് അവരതിനകത്തൊരു സ്ട്രെച്ച് സ്ട്രിങ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഗീവിങ് ടു അനദർ, അതിനകത്തൊരു പറഞ്ഞിട്ടുണ്ടാവും 3-4 കാറ്റഗറി. ആ കാറ്റഗറിക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും. ആ കാറ്റഗറിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റഗറിയിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിവേഴ്സൽ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അല്ലാതെയും ബ്രാൻഡിങ് കിട്ടാറുണ്ട്. എനിക്കങ്ങനെ കിട്ടാതെയായിട്ട് കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങളൊരു ബ്രാൻഡ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാറുണ്ട്. അതല്ല, നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കസ്റ്റം മെയ്ഡ് ആണ്. അപ്പൊ യൂണിവേഴ്സൽ കാറ്റഗറിയുടെ അണ്ടറിൽ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് വരേണ്ടതാണ്. നമ്മള് ഓൾറെഡി നമുക്ക് വേറെ അതർ പ്രൊഡക്ട്സിന്റെ ഇതിൽ നമ്മൾ കൊടുത്തു നോക്കി. അല്ല, ഞാനതാ പറഞ്ഞു. ഇപ്പം നമ്മൾ വോൾട്ടാസ് AC ആണ് നമ്മൾ ബ്രാൻഡ് ചെയ്തേക്കണേന്ന് ഇരിക്കട്ടെ. യൂണിവേഴ്സൽ കാറ്റലോഗ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡിൻ്റെ അവിടെ വോൾട്ടാസ് വരും. ഓക്കെ, അതിലൊരു വിഷയം വരാറില്ല. ഞാൻ അങ്ങനെ ഒരു വിഷയം കാണാറില്ല. കാരണം ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ ഡാഫിൻ എഞ്ചിനീയറിംഗ് ഇവിടെ ഉണ്ടോയെന്നറിയില്ല. അവരുടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ്, അവരുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല, അവരെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡ് ചെയ്ത് തന്നെ ചെയ്യാറുണ്ട്. ബ്രാൻഡ് എങ്ങനെ അപ്ലോഡ് ചെയ്യും നമ്മള്? അല്ല, അതാ പറഞ്ഞത്, അത് അവരുടെ ഓതറൈസ്ഡ് മാനുഫാക്ചറർ എന്ന് പറയുന്നത് അവരുടെ ഡിറ്റക്ടറാണ്. അപ്പോൾ അതിൽ അവർ ഓൾറെഡി ബ്രാൻഡഡ് ആണ്. അപ്പോൾ ആ ബ്രാൻഡ് ഓൾറെഡി ചെയ്തേക്കണോണ്ട് തന്നെ നമുക്ക് ആ ബ്രാൻഡ് യൂസ് ചെയ്ത യൂണിവേഴ്സൽ കാറ്റഗറിയിൽ ചെയ്യാം, പ്രശ്നമൊന്നും വരില്ല അതിൽ. ഇതിപ്പോ നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡ് എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അത് റിജക്ട് ആയി പോയത്. റിജക്റ്റ് ആയി പോയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അതായത് കാറ്റഗറി, അതായത് Q3 നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, Q2 ചെയ്യാൻ പറ്റില്ല. Q2 ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ മാനുഫാക്ചറർ ആയിരിക്കണം. നമ്മൾ മാനുഫാക്ചറർ ആണ്. അല്ല, മാനുഫാക്ചറായിട്ട് അസസ് ചെയ്തിട്ടുണ്ടോ? അതെ, അസസ്മെന്റ് കഴിഞ്ഞാണ്. അസസ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോഴും OEM പാനലുണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എററാണ്, അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കത് ബ്രാൻഡ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? അല്ല, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ചെയ്തു തരാം അത്. ഓക്കെ. വൺ മോർ ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. നമുക്കൊരു ചില പർട്ടിക്കുലർ പ്രൊഡക്ട്സിന് പ്രൈസ് മാസ്ക് ഉണ്ടല്ലോ, അപ്പൊ ഒരു പ്രൈസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്ട്സിന് ഇപ്പൊ നമുക്ക് അതിന് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ അപ്ലോഡ് ചെയ്യും? പ്രൈസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യും. നമുക്ക് പ്രൈസ് അപ്ലോഡ് ചെയ്യുന്നിടത്ത് നമുക്കൊരു അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അതിലേക്ക് നമ്മൾ അതിന് റിക്വസ്റ്റ് ഇടണം. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, റേഞ്ച് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ഇടണം. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഗവൺമെന്റിന്റെ ഡിസിഷനാണോ? അത് ബയ്യറിന്റെ ഡിസിഷൻ, അതായത് ജെമ്മിന്റെ ഡിസിഷനാണ് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാളുടെ നിന്ന് മാത്രം വന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ അത്രയും, അതായത് ഇപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിൽ വിറ്റതായിട്ടോ പല കാര്യങ്ങളോ നമ്മൾ കാണിക്കേണ്ടി വരും. അതെല്ലാം റീസൺസ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഏജൻസിക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബില്ല് കാണിച്ചുകൊണ്ട് അവർ സമ്മതിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ഏജൻസിക്ക് കൊടുത്ത് ആ ഒരു വിലയ്ക്ക് കൊടുത്ത ഒരു 3 ബില്ല് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ജെമ്മാണ്. ഇനിയിപ്പോ ഞാൻ ഒരു ഡൗട്ട് കൂടി ഉണ്ട്. തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടുത്ത ആൾക്കാർക്ക് ചോദിക്കാം നമുക്ക്. ഹലോ, പറഞ്ഞോളൂ സാറേ. ഒരു ഡൗട്ട് കൊണ്ടുണ്ട്. അതായത് നമ്മൾ ജെമ്മിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇപ്പൊ ചില പ്രൊഡക്ട്സിന്, എസ്പെഷ്യലി ഇപ്പൊ റോഡ് ബാരിയർ അങ്ങനെയുള്ള ഐറ്റംസിന് ഒരു സ്പെസിഫിക് സൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആ സൈസിൽ നിന്ന് ഔട്ടർ സൈസ് ആണ്, ആ സൈസിൽ നിന്ന് ഔട്ടർ സൈസ് ആണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ ഇതിനകത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഒന്നും കൂടി പറയാമോ? അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബോക്സ് അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്ന ഒരു ജെമ്മിലൊരു റോഡ് ബാരിയർ എന്ന് ഉദ്ദേശിച്ചു, റോഡ് ബാരിയറിന് ഒരു പർട്ടിക്കുലർ സൈസ് കൊടുത്തിട്ടുണ്ട് അവര് ജെമ്മില്. ഈ സൈസ്, ഈ ലിമിറ്റഡ് സൈസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 100 to 200 റേഞ്ചിലാണെന്നുള്ള ഒരു ലെങ്ത്, അതിനൊരു സൈസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ അതിന് പുറത്താണ് സൈസ് എന്ന് വെച്ചോ നമ്മുടെ ഐറ്റം.
അല്ല അത് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ജെമ്മിലുള്ള ഒരു പ്രൊഡക്റ്റിനെ നോക്കിയിട്ട് നമ്മൾ കോപ്പി അടിക്കുക, അതായത് പെയർ ചെയ്യുക. അത് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംശയം വരുന്നത്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ കാണുന്നുണ്ടോ നമ്മുടെ സ്ക്രീൻ? കാണുന്നുണ്ട്. ഓക്കെ, ഈ സ്പെസിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്പെസിഫിക്കേഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പുതിയതായിട്ട് കാറ്റലോഗ് ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്ന 200 mm എന്നുള്ളത് ചിലപ്പോൾ കാറ്റലോഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ 180 വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ 200 ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് കാറ്റലോഗ് അഡീഷൻ്റെ വ്യത്യാസങ്ങളാണ്. അത് പല രീതിയിലും, അതായത് 3 ടൈപ്പിൽ കാറ്റലോഗ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് എന്നോട് ഇപ്പോൾ ഈ സിമ്പിളായിട്ട് പറഞ്ഞ AC 1 ടണ്ണിൻ്റെ AC വോൾട്ടാസിൻ്റെ വിത്ത് ഇൻസ്റ്റോളേഷൻ വിത്ത് വാറണ്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാറ്റലോഗ് കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റലോഗിന് വേണ്ടി ബയ്യറോട് റിക്വസ്റ്റ് അല്ല മറ്റേ OEM-നോട് റിക്വസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, സ്റ്റോക്ക് ഔട്ട് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് സ്റ്റോക്ക് ഔട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് പെയർ ചെയ്യും. ഇല്ലെങ്കിൽ Q2-ലൊന്നും അത് പറ്റില്ല, Q3-ലോ Q4-ലോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഈ സ്പെസിഫിക്കേഷൻസ് അലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് Q2 കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല എന്നല്ലേ? Q2 ചേഞ്ചസിലാണെങ്കിൽ OEM-ന് ചേഞ്ചസ് വരുത്താം, ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ. വൺസ് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റലോഗിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയ കാറ്റലോഗ് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മുടെ സെഷൻ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റിലായിരുന്നോ? അതെ, നല്ല ബെനിഫിറ്റ് ആയിരുന്നു. ഞാൻ സോറി, ഞാൻ അത് ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, വെരി വെരി ഹെൽപ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ? എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലയൻസ് ഇതിൽ ബാലഗോപാലുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ലിഫ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തിരുന്നു, അൾട്രാ മെഡിസിസ്റ്റം ഫ്രൻസി ഉണ്ടാവും, റാഡിക് ഓട്ടോമേഷൻ ഓൾറെഡി ഡോണിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം കേട്ടോ. അതായത് നമ്മുടെ വെബിനാറിനെ കുറിച്ച് ഇനിയിപ്പോൾ ചോദിക്കാനില്ലെങ്കിൽ തന്നെ വെബിനാർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമെങ്കിലും നമ്മളോട് പറയാം. ഹായ് നിതിൻ. ഹായ് ബാലഗോപാൽ. യെസ്, വെബിനാർ എനിക്ക് ഇടയ്ക്കൊന്നാ കയറാൻ പറ്റിയത്, ബിക്കോസ് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. നന്നായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റിയ. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ പറഞ്ഞൊരു കോഴ്സിന്റെ ഒരു ഇത് പറഞ്ഞ ട്രെയിനിങ് സെഷന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽ എപ്പോഴേക്കായിരിക്കും? അതെപ്പോഴാണ് അതിന്റെ? കൂടുതലും മന്ത്ലി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കാണോ താല്പര്യം, ആക്ച്വലി ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഷെഡ്യൂളൊക്കെ ചെയ്യും. ഇപ്പോൾ എന്നോട് ഇപ്പോഴും ലിസ്റ്റിൽ പറഞ്ഞേക്കണ ഒരു 20 പേരെങ്കിലും നിലവിൽ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ട്രെയിനിങ് വേണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് 2, 3, 4 പേരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസം നടത്തണം എന്ന് വിചാരിച്ചാലും ബാക്ക് ഔട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഇതിനു വേണ്ടി ഒഴിവാക്കി നിർത്തിയിട്ട് എൻ്റെ ഒരു പാഷന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ അതായത് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആൾ വരാത്തതിൻ്റെ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ഒരു കുറവൊക്കെ കൊണ്ടാണ് നമ്മൾ നമുക്ക് സത്യം പറഞ്ഞാൽ മന്ത്ലി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് പരസ്യങ്ങൾ ഇടാറുണ്ട് എൻ്റെ ഫേസ്ബുക്ക് വഴിയും എൻ്റെ കമ്പനിയുടെ ഒഫീഷ്യൽ പേജ് വഴിയും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയും ഞാൻ പരസ്യങ്ങൾ ഇടാറുണ്ട്. ഏറെക്കുറെ എല്ലാ മാസവും തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലും മന്ത്ലി ലാസ്റ്റ് 4th സാറ്റർഡേ വരുന്ന രീതിയിൽ, അതായത് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ സോഷ്യൽ മീഡിയ വഴിയും അതേപോലെ എൻ്റെ വാട്സപ്പ് വഴി എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പിലും നമ്മൾ ഇടും, ഈ ഗ്രൂപ്പ് നമ്മൾ കളയില്ല, ഗ്രൂപ്പിലും നമ്മൾ അതിനകത്ത് അതേപോലെ നമ്മുടെ അപ്ഡേറ്റ്സുകൾ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സിലബസ് അതേപോലെ നമ്മുടെ ഫീ സ്ട്രക്ചർ എല്ലാം അയച്ചു തരും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതെങ്ങനെ, ഓൺലൈൻ ആയിരിക്കും അതോ? ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഇപ്പം നിലവിൽ ഓഫ്ലൈൻ ആണ്. ഇപ്പം തന്നെ ഓൺലൈനിൽ ഞാൻ പറയാം, അതായത് പല ആൾക്കാർ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് ഒന്നും അല്ലല്ലോ. പക്ഷെ ഓഫ്ലൈനിൽ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കും കൂടി ബെനിഫിഷ്യൽ ആവണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കാരണം ഓൺലൈനിൽ ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഒരു ഹാഫ് ഡേയിൽ ചെയ്യാവോ, ക്യാപ്സ്യൂളായിട്ട് ചെയ്യാം. ഇപ്പോൾ വെബിനാറിൽ പോലും എനിക്കൊരു 1.5 മണിക്കൂർ ഞാൻ ശ്വാസം വിടാതെ സംസാരിച്ചിട്ടാണ് എന്തെങ്കിലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പ്രൊഫഷൻ്റെ ആക്കണമെങ്കിൽ 2 days ഞാൻ അത്രയും സ്ട്രെസ് ചെയ്യണം. അപ്പോൾ ഓൺലൈനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മ്യൂട്ട് ചെയ്ത് വെക്കും, നമ്മുടെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം, നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം. അല്ലാണ്ട് എനിക്ക് മാത്രം ബെനിഫിഷ്യൽ ആവണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. അതുകൊണ്ടാണ് ഓൺലൈൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തത്. സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നു, പക്ഷേ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. ഓൺലൈൻ വരുവാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പ്രസൻ്റ്ലി
ഓഫ്ലൈൻ ആണ്. അല്ല, പ്രിഫറബിളി ഓഫ്ലൈൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് അതെ, ഞാൻ ആൾക്കാർക്ക് ചോദിച്ചേക്കാം അതിനുള്ള ഒരു വരാനുള്ള. സ്പൈസ് ടൈം അതെ. അതല്ല വരാൻ, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ലൊരു ബെനിഫിറ്റ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് അത് ഓൺലൈനിലിരുന്ന് ഇപ്പോൾ നമുക്ക് വരാനുള്ളൊരു ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലിരിക്കുമ്പോൾ ആ ടൈം കിട്ടായിക അവിടെ കാണും. അപ്പോൾ എത്രത്തോളം അത് എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം നമ്മുടെ ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരോട് എനിക്ക് രണ്ടാമത് എന്നെ സംശയം ചോദിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർക്കത് മനസ്സിലാവും. പക്ഷേ ഓൺലൈനിൽ ഇരുന്ന ആൾക്കാരെ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാരണം ഞാൻ വീണ്ടും അവരെ പഠിപ്പിക്കേണ്ടി വരും ആ സമയത്ത്. അപ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ അവരെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഓഫ്ലൈൻ ആകുമ്പോൾ എനിക്ക് അവരത് സാറ്റിസ്ഫൈ ആയി എന്ന് എനിക്ക് തന്നെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. ആ ഒരു എനിക്കൊരു 1 മിനിറ്റിൽ ആ വർത്താനം ക്ലോസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഓഫ്ലൈൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടി. ഇന്നിപ്പം നമ്മൾ ചെയ്തിരുന്ന ഈ ഒരു വെബിനാർ എനിക്ക് ഹാഫ് വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതായിരുന്നേ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടായിരുന്നു. നമുക്ക് അതിന്റെ എന്തെങ്കിലും റെക്കോർഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഞാൻ PPT റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആദ്യത്തെ 2 സ്ലൈഡ് വരെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എൻ്റെ കോ ഹോസ്റ്റിനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഓർമ്മിപ്പിക്കണമെന്ന്. ഞാൻ പക്ഷേ ആളും മറന്നുപോയി, ഞാനും മറന്നുപോയി. ഐ തിങ്ക് സെക്കൻഡ് സ്ലൈഡ് മുതൽ നമ്മൾ റെക്കോർഡ് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഷെയർ ചെയ്യാം, ഗൂഗിൾ ലിങ്ക് വഴി ഷെയർ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ താങ്ക് യു. എന്തായാലും ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഒരു ട്രെയിനിങ് നേരിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. കുഴപ്പമില്ല, ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ, ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ, അതേപോലെ നിങ്ങളുടെ വെബിനാറിൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാമോ? ഇപ്പോൾ ഇതിലൊരാൾ ചോദിച്ചിട്ടുണ്ട്, ആഫ്റ്റർ ട്രെയിനിങ് ഇനി ജോബ് അവൈലബിൾ ആസ് എ ജെം എക്സിക്യൂട്ടീവ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. എന്നോട് പല റീസെല്ലേഴ്സും, അതായത് ഇപ്പോൾ വലിയ വലിയ റീസെല്ലേഴ്സ്, അതായത് വലിയ വലിയ മാനുഫാക്ചേഴ്സ്, അതേപോലെ റീസെല്ലേഴ്സ് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജെമ്മ് പഠിച്ച ആരെങ്കിലും തരാമോ? അപ്പോൾ ഞാൻ പറയും, ഇപ്പം ഞാൻ വന്നിരിക്കേണ്ടവരും കാരണം പഠിക്കുന്ന ആൾക്കാർ കുറവാണ് എന്നാണ് പറയാറ്. കാരണം ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു മാനുഫാക്ചറർ ഉണ്ട്. അവർ ബാംഗ്ലൂർ ബേസ്ഡാണ്, മലയാളിയാണ്, വലിയൊരു LED ലൈറ്റ്സ് മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ ആദ്യം ആ മാഡം എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, ഇതിന് ആരെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പറയാമോ? അപ്പം മേ ബി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഏതൊരു കടയിൽ, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ജെമ്മു വഴി പാത്രങ്ങൾ വരെ വിൽക്കുന്നുണ്ട്, ശരിയല്ലേ? സ്പൂൺസ്, പാത്രം, ഗ്ലാസ്, എന്തൊരു സാധനം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം നമുക്ക്. അപ്പോൾ പലയിടത്തും ഇതിനുള്ള സമയം റീസെല്ലേഴ്സിന്, വലിയ വലിയ റീസെല്ലേഴ്സിനെ സംബന്ധിച്ചില്ല. പക്ഷേ ജെമ്മ് പഠിച്ച ആൾക്കാർക്ക് അപ്പോൾ അതൊരു CV-യിൽ നമുക്ക് ജെമ്മ് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ജോബ് സീക്കിങ്ങിൽ. എൻ്റെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്ന ആളാണ്. പഠിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം, കാരണം അതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആൾക്കാർ ചെയ്യുന്നുമുണ്ട്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സിലബസ് നമ്മൾ കാണിച്ചിരുന്നു. ആ സിലബസിൽ ആക്ച്വലി നമുക്ക് 2 ദിവസമായിട്ടാണ് നമ്മുടെ ട്രെയിനിങ് വരിക. അതായത് Day 1, Day 2 ആയിട്ടാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ Day 1-ൽ നമ്മുടെ മീൻസ് തിയറി സെഷൻസും അതേപോലെ കുറച്ച് ഇൻ്ററാക്റ്റീവ് സെക്ഷൻസുമാണ്. Day 2-ൽ മാക്സിമം വരുന്നത് പ്രാക്ടിക്കൽ, എങ്ങനെ നമുക്കിത് ബിഡ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യാം, അതേപോലെ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ Day 2-ൽ ചെയ്യുന്നത്. അപ്പോൾ 2 സെഷൻസ് മീൻസ് 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 9 to 6 ആണ് നമ്മുടെ ടൈമിംഗ്. കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ എന്ന് വെച്ചിട്ട് അധികം ഫ്ലെക്സിബിൾ അല്ല. 9 to 6 ആണ് നമ്മൾ ടൈമിംഗ് വെക്കാറ്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതിനകത്ത് സംസാരിക്കണമെന്നുണ്ടോ? ഹലോ, ഹായ് പറഞ്ഞോളൂ. ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ജോർജ് ആണ്. നിങ്ങൾ ഈ ട്രെയിനിങ് സെക്ഷൻസ് ആക്ച്വലി 2 days എന്ന് പറഞ്ഞല്ലോ, അത് അതിന്റെ ഫീസും സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? സ്റ്റാഫിനെ ആരെങ്കിലും വിടും? നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അതിൻ്റെ സിലബസും അതേപോലെ ഡേറ്റ്, അതേപോലെ ഏതാണ് വെന്യൂ, അതുപോലെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അതെല്ലാം നമ്മൾ അയച്ചു തരും. Okay then, that's fine. Okay. Okay, thank you. നമ്മുടെ സെഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരുന്നോ?
It is good. I mean, you seem to be ഒരു end-to-end expert ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് we want to send somebody. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. Okay, all right. Thank you. ഇൻ്റഗ്രേറ്റഡ് ലിഫ്റ്റേഴ്സിൽ നിന്ന് മാഡത്തിനെ ഞാൻ കാണുന്നുണ്ട്. മാഡത്തിന് നമ്മളന്ന് വന്ന് സംസാരിച്ചിരുന്നു ഓഫീസിൽ. മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിബഡി ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംസാരിക്കാൻ? ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് വീണ്ടും എൻ്റെ പേര് ഞാൻ പറയുകയാണ്. നിതിൻ ജോസഫ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ കമ്പനിയുടെ പേര് ജോസഫ് ആൻഡ്സ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമ്മൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സപ്പോർട്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ജെമ്മിൽ നല്ല രീതിയിൽ ആൾക്കാരെ സെല്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫർദർ ഇനി എന്തൊരു ഇഷ്യൂസിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ് 9809071471. നമ്മുടെ മെയിൽ ID വരുന്നത് josephans23@gmail.com എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞാനിത് കഴിയുമ്പോൾ ഒരു സർവേ ഫോം അയക്കുന്നുണ്ട്. എല്ലാവരും ഇതിനകത്തൊരു സർവേ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ ഗൂഗിളിൽ നമ്മളെ സെർച്ച് ചെയ്യാം. നമ്മളെ സെർച്ച് ചെയ്യാനായിട്ട് ജോസഫ് ആൻഡ്സ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് അടിച്ചാൽ നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾ വിസിബിൾ ആയിരിക്കും. നമ്മുടെ പേരുകൾ, നമ്മുടെ ഡീറ്റെയിൽസ് വിസിബിളാണ്. നമ്മുടെ റിവ്യൂസ് എല്ലാം അതിലുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിൽ നമ്മുടെ ഡയറക്ഷൻസ് ഉണ്ട്, നമ്മുടെ ലൊക്കേഷൻസ് നമ്മളതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ അതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്തവർക്ക് ഇതൊരു ഫ്രീ സെഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്തവർക്ക് നമുക്ക് ഗൂഗിൾ റിവ്യൂ തരാം. നിങ്ങൾക്കിപ്പോൾ പറയുന്ന പല ആൾക്കാരും സെഷൻസ് ഗുഡായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ തരാം. അപ്പോൾ മറ്റൊരാളാണെങ്കിലും ജമ്പ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് വരും. നിങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 5 സ്റ്റാർ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിഹൗ ഐ തിങ്ക് വെരി യൂസ്ഫുൾ ഫോർ യു. ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സർവേ ഫോം ഞാൻ അയക്കാം. അതിൻ്റെ ഒരു സർവേ എനിക്കൊന്ന് അയച്ചു തരിക. അപ്പോൾ എനിക്ക് ഇനി വരുന്ന വെബിനാർസ് കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്യുക. ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചിലപ്പോൾ ബിഡ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഓപ്ഷനിൽ ഇരിക്കുന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക. നമ്മൾ ഇനിയോ എല്ലാ ദിവസവും നമ്മൾ വാട്സപ്പ് നൈറ്റ് ഈവനിങ് ചെക്ക് ചെയ്തിട്ട് ഉള്ളവർക്ക് റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ എവരിബഡി. ജോസഫ് ആൻഡ്സിൽ നിന്ന് എല്ലാവർക്കും ഒരു താങ്ക് യു. നിങ്ങൾ ഈ ഒരു ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തതിനും വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.